ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു CC+. എൻ്റെ പേര് സുസ്മിത ശരത്. എന്തൊക്കെയുണ്ട് വിശേഷം? പരീക്ഷയുടെ ആ ഒരു സമയം അടുത്തങ്ങ് വരുന്ന അനുസരിച്ച് പേടിയുണ്ടോ? പഠിച്ചൊക്കെ കഴിയാറായോ? ഫിസിക്സ് നമ്മളിന്ന് പഠിക്കാൻ പോവാം കേട്ടോ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏതൊക്കെയെന്നറിയോ? ഹായ്, എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഹലോ, വേഗം ഒന്ന് റിപ്ലൈ ചെയ്തേ. കാണാവോ? മിസ് പറയുന്നത് കേൾക്കാവോ? ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ മിസ് പറയുന്നതെല്ലാം? ആണല്ലോ. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ. ഹലോ മിസ്, ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്നറിയോ? ഗ്രാവിറ്റേഷനാണ്. അടിപൊളി ചാപ്റ്ററാണ്. വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ മീൻസ് എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, അത് സ്ഥിരമായിട്ട് തന്നെയുണ്ട്. എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്, എന്താണ് എന്ന് നമുക്ക് നോക്കാം. റെഡിയല്ലേ എല്ലാവരും? നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യാം. ഏതാ? ഗ്രാവിറ്റേഷൻ. ചാപ്റ്റർ 8 ഗ്രാവിറ്റേഷൻ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഓർമ്മയുണ്ടോ? ചാപ്റ്റർ 6 ആൻഡ് ചാപ്റ്റർ 7. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ചാപ്റ്റർ 8. അപ്പോൾ ഇനി നമ്മൾ ഈ വരുന്ന 2 അവേഴ്സിനുള്ളിൽ ചാപ്റ്റർ 8 ആൻഡ് ചാപ്റ്റർ 9 ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? തുടങ്ങാം. ഗ്രാവിറ്റേഷനിൽ ഒരു ഫസ്റ്റ് ക്വസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് കുറേ ക്വസ്റ്റ്യൻസ് ആണ് മിസ്. ഓരോ ചാപ്റ്ററിലും വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് റിപ്പീറ്റഡ് വരുന്ന രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ്, അത് ഫുൾ ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിൽ കുറേ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാറുള്ളതാണ്. എന്താണ് കെപ്ലേഴ്സ് ലോ പറയുന്നത്? പ്ലാനറ്ററി മോഷനെ പറ്റിയാണ് അല്ലേ. നമ്മുടെ യൂണിവേഴ്സിൽ സ്റ്റാർസ് ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട് അല്ലേ. പ്ലാനറ്ററി മോഷനെ പറ്റിയാണ് കെപ്ലേഴ്സ് ലോയിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബൈ ഹാർട്ട് ചെയ്യണം. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, Kepler's first law, every planet revolves around the sun in an elliptical orbit with sun at any one of the foci. നമുക്കറിയാം, ഒരു സർക്കിൾ ആണെങ്കിൽ എന്താ? ഒരു സർക്കിളിന് സെൻറ്റർ ഉണ്ടാവും അല്ലേ. അതേസമയം ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആണെങ്കിലോ? എലിപ്റ്റിക്കൽ ഷേപ്പ് അറിയാം അല്ലേ. എലിപ്റ്റിക്കൽ ഷേപ്പിനാണെങ്കിൽ അതിന് 2 ഫോക്കസ് ഉണ്ട്. സർക്കിളിന് സെൻറ്റർ ഉണ്ടാകുന്ന പോലെ എലിപ്റ്റിക്കൽ ഷേപ്പിന് എന്താ? 2 സെൻറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, 2 ഫോക്കസ് ഉണ്ട്. ഓക്കെ, 2 ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാ പ്ലാനറ്റും, നമ്മുടെ വേൾഡിലെ എല്ലാ പ്ലാനറ്റും, ഏതൊരു സ്റ്റാറിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഏതൊരു പ്ലാനറ്റും അത് റിവോൾവ് ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് കേട്ടോ. എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ റിവോൾവ് ചെയ്തത് മാത്രമല്ല, ആ റിവോൾവ് ചെയ്യുമ്പം എവിടെയെങ്കിലും ഒരു സൺ ഉണ്ടാവും അല്ലേ. ആ സണ്ണ് ഏത് പൊസിഷനിലായിരിക്കും? ആ എങ്ങനെയാണോ റിവോൾവ് ചെയ്യുന്നത്, ഏത് എലിപ്റ്റിക്കൽ പാത്താണോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കയിലായിരിക്കും അല്ലെ. ഏതെങ്കിലും ഒരു ഫോക്കസിൽ അല്ലേ, ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും സണ്ണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ സണ്ണ് തന്നെ ഇരിക്കുന്നു വിചാരിച്ചോ. നമ്മുടെ സ്റ്റാർ ഏതാ? സണ്ണാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സണ്ണ് ഫോക്കസ് ആയിട്ട് വരുന്ന ഈ ഒരു പാത്തിലായിരിക്കും ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് എടുത്തേ, ആ എലിപ്റ്റിക്കൽ ഷേപ്പിൻ്റെയും എന്തായാലും 2 ഫോക്കസ് വരും. അതിലേതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും അതിൻ്റെ സ്റ്റാർ നിൽക്കുക. ഏതൊരു പ്ലാനറ്റും റിവോൾവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം ഇനി ഇതുപോലെ തന്നെ വേറൊന്നും കൂടി വേണമെങ്കിൽ വരക്കാലോ. ദേ ഇങ്ങനെ, ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്, അതിന് 2 ഫോക്കയുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫോക്കയിൽ അതിൻ്റെ സ്റ്റാർ വരുന്ന രീതിയിലായിരിക്കും എല്ലാ പ്ലാനറ്റ്സും റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ്? എവറി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോക്കി. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ എന്തായിരിക്കും? കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ തന്നെ ആയിരിക്കും അല്ലേ. കെപ്ലേഴ്സിൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് കെപ്ലേഴ്സിൻ്റെ സെക്കൻഡ് ലോ? സ്റ്റേറ്റ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ. The radius of the vector drawn from the sun to the planet sweep out equal area in equal interval of time. നമ്മൾ എന്താ പഠിക്കണത്? കെപ്ലേഴ്സിൻ്റെ പ്ലാനറ്ററി മോഷൻ ലോസ് ആണ് അല്ലേ. നമ്മൾ ഇപ്പോൾ എർത്ത് തന്നെ ഒന്ന് ആലോചിച്ചു. എർത്ത് എങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത്? ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കസ് ഇവിടെ ഇരിക്കുന്നു വിചാരിച്ചു. ആ ഫോക്കസിൽ നമ്മുടെ സണ്ണുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ എർത്ത് മിസ് ഇവിടെ ഒരു എർത്ത് അതിന് കാണിച്ചു. എർത്ത് ഞാനിവിടെ വെക്കുന്നു ജാനുവരി 1 എർത്തിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. ഓക്കെ, ആൻഡ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഒരു മാർച്ച് 31 ആയപ്പോൾ നോക്കി. മാർച്ച് 1 വേണ്ടി എടുക്കുക അല്ലേ. അല്ലെങ്കിൽ ഒരു 60 ഡേയ്സിന് ശേഷം നോക്കിയപ്പോൾ എന്ത് പറ്റി? എർത്തിൻ്റെ പൊസിഷൻ ഇവിടെ എത്തി. ക്ലിയർ അല്ലേ?
ഒരു 60 ഡേയ്സിനുള്ളിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു, ഒരു ജൂണിലെടുത്തു. ജൂൺ കഴിഞ്ഞിട്ട് ജൂൺ 1 എടുത്തു. ജൂൺ 1 മുതലും നെക്സ്റ്റ് 16 ഡേയ്സ് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ, എർത്തിൻ്റെ പൊസിഷൻ ഇവിടം വരെ എത്തി. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്, നമ്മൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഏരിയ, ഈക്വൽ ഡേയ്സിൻ്റെ ഇടയിൽ വരുന്ന സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ ഈക്വൽ ആയിരിക്കും. അതായത് 60 ദിവസം കൊണ്ട് നമ്മുടെ എർത്ത് ഇവിടെ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു, ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന ഏരിയയും മറ്റൊരു 60 ദിവസം കൊണ്ട് എർത്ത് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്ലാനറ്റ് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ സണ്ണിൻ്റെ ഇടയിൽ വരുന്ന ആ ഏരിയയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എ സെക്കൻഡ് ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്, ദ റേഡിയേ വെക്റ്റർ ഡ്രോൺ ഫ്രം ദ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേ വെക്റ്റർ ടു ദ പ്ലാനറ്റ് സ്വീപ്പ് ഔട്ട് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ദാറ്റ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് തേർഡ് ക്വസ്റ്റൻ എന്തായിരിക്കും? തേർഡ് ലോ തന്നെയായിരിക്കും അല്ലേ. വാട്ട് ഈസ് തേർഡ് ലോ? സ്റ്റേറ്റ് കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് മോഷൻ. തേർഡ് ലോ എന്താ പറയുന്നത്? ദ സ്ക്വയർ ഓഫ് ദി ടൈം പീരീഡ് ഓഫ് ദ റിവല്യൂഷൻ ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് പ്രപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്റ്റിക്കൽ ഓർബിറ്റ്. പക്ഷെ എന്താ, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ അതിന് ഈ ഒരു എർത്ത് ഒരു സണ്ണിന് ചുറ്റി ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു. അതിനൊരു ടൈം പീരീഡ് ആണ് അല്ലേ. എർത്തിൻ്റെ ടൈം പീരീഡ് എത്രയാ? 365 ഡേയ്സ്. അതുപോലെ തന്നെ അതിനൊരു സെമി മേജർ ആക്സിസ് ഉണ്ടാവും അല്ലേ. ഏതൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയാലും അതിന് സെമി മേജർ ആക്സിസ് ഉണ്ടാവും. സെമി മേജർ ആക്സിസിൻ്റെ നിയർ ബൈ നമ്മുടെ ഒരു സർക്കിളിലെ റേഡിയസ് പോലെ. എലിപ്റ്റിക്കൽ ഷേപ്പ് ആകുമ്പോൾ എന്നാ, റേഡിയസിന് ഭാഗം വരുന്നത് ടേമാണ് സെമി മേജർ ആക്സിസ്. ഡയമീറ്റർ അല്ലേ, അത് ഒരു ടേം യൂസ് ചെയ്യുന്നതാണ്. ഏകദേശം ഏറ്റവും മേജർ ആക്സിസിൻ്റെ നേരെ പകുതി. ദാറ്റ്സ് എ ലെങ്ത് ഓഫ് സെമി മേജർ ആക്സിസ്. അതിന് നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്ന സിമ്പിൾ കൊണ്ടാണ്. എ ഇവിടെ തന്നിരിക്കുന്നതാണ് എന്താണ്, ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ്. ദാറ്റ് മീൻസ് ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് അല്ലേ, ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. അപ്പോൾ ഓർത്തോളൂ, ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ദിസ് ഈസ് ദ തേർഡ് ലോ. അപ്പോൾ 3 ലോയും ഓർത്തിരിക്കുക കേട്ടോ, മറക്കരുത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ പാത്തിൽ കൂടിയാണ് ഓരോ പ്ലാനറ്റും റിവോൾവ് ചെയ്യുന്നത്. അതിൻ്റെ സണ്ണ് ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും വരുന്നത്. രണ്ടാമത്തതോ, നമ്മുടെ ഏതൊരു പ്ലാനറ്റ് മൂവ് ചെയ്താലും അവിടെ ഉണ്ടാവുന്ന പ്ലാനറ്റിൽ നിന്ന് സണ്ണിലേക്ക് സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. തേർഡ് ലോ എന്താണ് പറയുന്നത്? ടി സ്ക്വയർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ്. ക്ലിയർ അല്ലേ? ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. 9th മുതൽ നമ്മൾ പഠിക്കുകയാണല്ലേ. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? നമുക്ക് തുടങ്ങാം. Every body in the universe attract every other body with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഏത് രണ്ട് ഒബ്ജക്റ്റ് എടുത്തോ, ഇതൊരു ഒബ്ജക്റ്റ് വിത്ത് മാസ് m1 ആൻഡ് അനദർ ഒബ്ജക്റ്റ് വിത്ത് മാസ് m2. നമ്മുടെ യൂണിവേഴ്സിൽ എല്ലാ ഒബ്ജക്റ്റും ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം. ഏതൊരു ഒബ്ജക്റ്റ്, യൂണിവേഴ്സിൽ ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്. m1 m2 m1 ഇൻറ്റു m2ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. മാസ് കൂടി കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. പിന്നെയോ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ലെറ്റ് ഇറ്റ് ബി ഡി. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടേം ഡി. ചിലപ്പം ആ ടെക്സ്റ്റ് ബുക്കിൽ R എന്ന് യൂസ് ചെയ്യാറുണ്ട്, എ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ പഠിച്ച എന്താണോ അതുപോലെ തന്നെ പോവാം കേട്ടോ. ബിക്കോസ് ഇവിടെ തൽക്കാലം എടുത്തിരിക്കുന്നത് ഡി എന്ന ടേമാണ്. വേർ ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ഡി ആയിട്ട് എടുത്തു. ദാറ്റ് മീൻസ് the force of attraction between any two body is directly proportional to product of their masses and inversely proportional to square of the distance between them. Square of the distance between them. That is, F is directly proportional to m1 m2 divided by d square. പിന്നെ എന്താ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ we are introducing a constant. Let it be G, universal കോൺസ്റ്റൻ്റ് ആണ് പറയുന്നത് കേട്ടോ. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് എന്നാണ് അതിനെ പറയുന്നത്. F ഈസ് ഈക്വൽ ടു G m1 m2 ഡിവൈഡ് ബൈ d സ്ക്വയർ. ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എർത്തിലിരിക്കുന്ന നമുക്കും ഉണ്ടല്ലേ, നമ്മുടെ എർത്തിലിരിക്കുന്ന ഇവൻ മിസ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഏതൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ടേബിളായിട്ടും ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം.
യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ടേബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എനിക്ക് ഇവിടെ തിരിച്ചറിയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിനെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു വലിയ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് രണ്ട് ഉണ്ട് അല്ലേ? ദാറ്റ് മീൻസ് ദ ഗ്രാവിറ്റേഷൻ പുൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ടു ബോഡീസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. സോ ദിസ് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. മാത്തമാറ്റിക്കൽ റിലേഷൻ ഓർത്തോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഈസ്. ഇപ്പം എന്താ ജിയുടെ വാല്യൂ എന്താണെന്ന്? ജി ഞാൻ പറഞ്ഞില്ലേ, ജി എന്താണ്? അതൊരു കോൺസ്റ്റന്റ് ആണ്, അതൊരു വാല്യൂ ഉണ്ട്. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓർത്തിരിക്കുക, ബൈ ഹാർട്ട് ചെയ്യാം. Okay, 6.67 × 10⁻11 Newton meter square per kilogram square. Okay, next question. The value of acceleration due to gravity G is same for all objects at a given place. Derive an equation for the acceleration due to gravity in terms of radius and the mass of the earth. നമ്മൾ എന്താ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഒരു ഫ്രീയിൽ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് പറ്റും? ഓരോ സെക്കൻഡിലും താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ, ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആക്സിലറേഷൻ ഉണ്ട്. ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ട്. നമ്മുടെ എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5 മോൾ റെഡിയാണോ? പഠിക്കാൻ എളുപ്പമല്ലേ? എളുപ്പത്തിൽ പഠിക്കുക കേട്ടോ. എന്താണ്? സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ 9th പഠിച്ചൊരു കാര്യമാണ്. 9th എന്നല്ല, ഈ +1 തന്നെ നമ്മൾ ലോ ഓഫ് ഇക്വേഷൻ അല്ലേ, ലോസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. F is equal to ma. It's based upon Newton's second law of motion. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ എന്താ പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുണ്ടായ മാത്തമാറ്റിക്കൽ റിലേഷനാണ് F is equal to ma. ഒരു ഫ്രീലി ഫോളിങ് ഒബ്ജക്റ്റ് ആണെങ്കിൽ A എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ? M എന്താണ്? മാസ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? F is equal to mg. F is equal to mg നമുക്ക് റീറേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനും നമ്മൾ അതേപോലെ തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ തമ്മിൽ കണക്ട് ചെയ്യാണ്. ഇനി യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞാൽ എന്തായിരുന്നു? F is equal to g m1 m2 ഡിവൈഡ് ബൈ r² അല്ലേ? ലെറ്റ് ബി നമ്മുടെ എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ M ആയിട്ട് എടുക്കാം. അവിടെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് സ്മോൾ m ആയിട്ട് എടുക്കാം. സോ m1ന് പകരം ഞാൻ എന്താ സ്മോൾ m കൊടുത്തു, m2ന് പകരം ക്യാപിറ്റൽ M കൊടുത്തു, ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എർത്തും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? എർത്തിൻ്റെ റേഡിയസ് ആയിരിക്കും അല്ലേ? ലെറ്റ് ഇറ്റ് ബി ക്യാപിറ്റൽ R. സോ ഡിക്ക് പകരം ഞാൻ എന്താ R കൊടുത്തു. ക്ലിയർ ആണോ? ഇതെങ്ങനെ ഇക്വേഷൻ വന്നേന്ന്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് നമ്മൾ കിട്ടിയ ഇക്വേഷൻ F is equal to g m1 m2 ഡിവൈഡ് ബൈ d² എന്നാണ് പഠിച്ചത് അല്ലേ? m1 m2 ഡിവൈഡ് ബൈ d². ഹിയർ m1 is the mass of the object, m2 is the mass of the earth and d is the distance between them. Here the distance between two objects be the radius of the earth. Let it be r. അപ്പോൾ ആ ടേം ഉപയോഗിച്ച് ഞാൻ എഴുതി. That means equation number 1, equation number 2. Both are the equation for finding F അല്ലേ? ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സോ നമുക്ക് അത് തമ്മിൽ പരസ്പരം ഇക്വേറ്റ് ചെയ്തൂടെ? ഇതൊരു ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്, ഇതും ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്താ? mg വിച്ച് ഈസ് ഈക്വൽ ടു g m ബൈ r². ഈക്വൽ സൈൻ നോക്കിക്കേ, രണ്ടിടത്തും m ഉണ്ട്, ക്യാൻസൽ ചെയ്തു. സോ എന്ത് വന്നു? ജിയുടെ ഇക്വേഷൻ കിട്ടിയല്ലേ? ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താ? g m by r². gm by r². This is the equation for finding acceleration due to gravity. In terms എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ റേഡിയസ് വന്നിട്ട് മാസ് ഓഫ് ദ എർത്ത് ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ മനസ്സിലായല്ലോ? എന്താ? രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ മതി. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും അതോടൊപ്പം തന്നെ ഏതും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനും രണ്ടും ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ ജിയുടെ ഇക്വേഷനായി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. റെഡിയല്ലേ? ക്ലിയർ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കണം കേട്ടോ. ഓക്കെ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് ജി ഓഫ് എ പ്ലാനറ്റ് ഹാവിംഗ് മാസ് 4 times that of Earth and radius double that of the Earth. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു നമ്മുടെ എർത്തിനേക്കാളും മാസ് 4 ഇരട്ടിയുള്ളതും അതേസമയം റേഡിയസ് എങ്ങനെയാ 2 ഇരട്ടി ആയിട്ടുള്ള ഒരു പ്ലാനറ്റിനകത്ത് ജിയുടെ വാല്യൂ എന്തായിരിക്കും?
അപ്പം ജിയുടെ ഇക്വേഷൻ ആദ്യം തന്നെ എഴുതണം. ജി ഈസ് ഈക്വൽ ടു gm/r². gm/r². ലെറ്റ് ഇറ്റ് ബി ജി വാല്യൂ, നമ്മുടെ എർത്തിൻ്റെ ജി വാല്യൂ എന്ന് വെക്കാം. എന്താ ജി എന്ന് പറയാമല്ല? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി തന്നിരിക്കുന്നത് എന്താണ്? മാസ് 4 ടൈം ആയിട്ട് മാറി. ദാറ്റ് മീൻസ് എം എന്തായിട്ട് മാറി? 4m ആയിട്ട് മാറി. പിന്നെയോ റേഡിയസ് ഡബിൾ ആയല്ലേ? ആർ എന്ന് പറയുന്നത് എന്താ മാറി? ആറ് 2 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു, 2r ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ പുതിയ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? ഈ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം. ജി ഡാഷ് എന്ന് കൊടുത്തു. പുതിയതാകുമ്പോൾ നമ്മൾ എന്താ ജി ഡാഷോ G1 അങ്ങനെ പല സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യാം അല്ലേ? ലെറ്റ് ബി ജി ഡാഷ് എന്ന് മിസ് അവിടെ കൊടുത്തു കേട്ടോ. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എം. എം എന്തായിട്ട് മാറി എന്ന് പറഞ്ഞേ? 4 ടൈംസ് ഇൻക്രീസ് ചെയ്തല്ലേ? 4m. പിന്നെയോ ആർ, റേഡിയസ് ഡബിൾ ആയി മാറി. സോ 2r, r² എന്നല്ലേ? സോ 2r² എന്ന വാല്യൂ കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? 4 എടുത്തു, ഒന്ന് ജസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. 4gm ഡിവൈഡ് ബൈ 2r² എന്ന് വെച്ചാൽ എന്താ? 2² r². സോ 2² വാല്യൂ എത്ര വരും? 4r. ദേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? എഗെയിൻ നമുക്ക് എന്ത് കിട്ടി? gm/r. gm/r is actually what? g itself. g തന്നെയാണ് അല്ലേ? അതായത് മാസ് 4 ഇരട്ടിയായും റേഡിയസ് 2 ഇരട്ടിയായാലും മാറിയാലും എന്ത് പറ്റും? ജിയുടെ വാല്യൂ വേരിയേഷൻ വരത്തില്ല. പക്ഷേ എപ്പോഴും ഇങ്ങനെ തന്നെയല്ല കേട്ടോ, വരുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ചിലപ്പം മാസ് മാത്രമേ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ജി വാല്യൂ ഇൻക്രീസ് ചെയ്തു അല്ലേ? റേഡിയസ് മാത്രമാണ് വ്യത്യാസം വരുന്നെങ്കിൽ എന്താ? അപ്പോഴും ചേഞ്ച് വരും. ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം ഇവിടെ എന്താണ്? There is no change in the value of acceleration due to gravity. There is no change in the value of acceleration due to gravity. Clear? അപ്പം ഇത് ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ജി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ജി തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Acceleration due to gravity is independent of mass of the earth, mass of the body. ഏതായിരിക്കും? ജി വാല്യൂ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ആക്ച്വലി എന്താണ് ജി? നമ്മൾ പഠിച്ചില്ലേ, ഒരു ഒബ്ജക്റ്റ് ഫ്രീലി ഫോൾ ചെയ്യുമ്പം അതിനുണ്ടാവുന്ന ആക്സലറേഷൻ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. ജി ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ് ഓഫ് ദി എർത്ത്. എം ഈസ് ദ മാസ് ഓഫ് ദ എർത്ത്, ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദി എർത്ത് അല്ലേ? മാസ് ഓഫ് ദ എർത്തും റേഡിയസ് ഓഫ് ദ എർത്തും, അല്ലെങ്കിൽ എങ്ങനെ പറയാം? മാസ് ഓഫ് ദ പ്ലാനറ്റ് അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റിനെ മാത്രമാണ് ജി വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. സോ എന്തായിരിക്കും? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ്, അതായത് ബന്ധപ്പെടുന്നില്ല എന്തുമായിട്ട്? മാസ് ഓഫ് ദ എർത്ത് ആണോ? അല്ല, മാസ് ഓഫ് ദി ബോഡി. മാസ് ഓഫ് ദി ബോഡി അതായത് എന്ത് മാസം ആവട്ടെ. ഇപ്പം ഒരു വലിയൊരു ഹെവി മാസം ഉള്ളത്, ഫോർ എക്സാമ്പിൾ ഒരു 50 kg ഉള്ള ഒരു ഒബ്ജക്റ്റും 5 kg ഉള്ള ഒബ്ജക്റ്റും താഴേക്ക് വീഴുമെന്ന രണ്ടിനും ഒരേ ആക്സലേഷൻ ആയിരിക്കും. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എയർ ഫ്രഷനൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാത്തിനും സെയിം ആക്സലേഷൻ ആണ്. നമ്മുടെ എർത്തിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ആരാണ് വേഗം ഒന്ന് റിപ്ലൈ ചെയ്യുക? എർത്തിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s². അതായത് ഓരോ സെക്കൻഡിലും അതിൻ്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി എങ്ങനെയാണ് കൂടുന്നത്? 9.8 ടൈംസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഈസ് 9.8 m/s². ക്ലിയർ? ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ: The value of acceleration due to gravity is maximum at the poles, equator, center of the earth, none of this. എന്തായിരിക്കും? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേരി ചെയ്യുന്നുണ്ടോ? എവിടെയാണത് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് എവിടെയാണ്? എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കൺസെപ്റ്റാണ് ജി വാല്യൂ. ജി വാല്യൂ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ എത്രയാണ്, ഡെപ്തിൽ എത്രയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ട് 100% ഉറപ്പാണ് ഒരു ക്വസ്റ്റ്യൻ ജി വാല്യൂവിനെ ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും.
ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ജി വാല്യൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ വാല്യൂ ഓഫ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ് പോളിലാണോ, ഇക്വേറ്ററിലാണോ, സെൻറ്റർ ഓഫ് ദ എർത്ത് ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കറിയാം ഇതൊരു എർത്ത്, നമ്മുടെ ആക്ച്വലി എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് സ്ഫിരിക്കൽ ഷേപ്പ് അല്ല. ഇക്വേറ്ററിലേക്ക് കൂടുതൽ ഡിസ്റ്റൻസും അതേസമയം പോളിലേക്ക് ചെറിയ ഡിസ്റ്റൻസ് അത്രയും വരുന്നില്ല, എന്ന് പറയുന്നത് അത്രയും വരുന്നില്ല. അപ്പം ഇക്വേറ്ററിലേക്ക് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട്, പോളിലേക്ക് അത്ര വരുന്നില്ല എന്നൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചേ? ജി ഈസ് ഈക്വൽ ടു gm/r². ദാ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ആറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. 6 കൂടിക്കഴിഞ്ഞാൽ, ദൂരം കൂടിക്കഴിഞ്ഞാൽ, സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ദൂരം കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ജി വാല്യൂ കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നതിൻ്റെ അർത്ഥം. 6 കൂടിക്കഴിഞ്ഞാൽ, ദൂരം കൂടിക്കഴിഞ്ഞാൽ, സെൻറ്ററിൽ നിന്നുള്ള ദൂരം കൂടിക്കഴിഞ്ഞാൽ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേസമയം 6 കുറഞ്ഞു കഴിഞ്ഞാലോ എന്തായിരിക്കും വാല്യൂ? എന്താ സംഭവിക്കുക? 6 കുറഞ്ഞാൽ ജി വാല്യൂ കൂടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് അതിൻ്റെ മാക്സിമം എന്ന് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ എർത്തിൻ്റെ സർഫസിലാണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മാക്സിമം വരുന്നത്. സർഫസിൽ നിന്ന് മുകളിലേക്ക് പോയാലും, ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോയാലും അല്ലെങ്കിൽ ഡെപ്തിലേക്ക് പോയാലും ജി വാല്യൂ കുറയേ ഉള്ളൂ. സോ നമ്മുടെ സർഫസ് നോക്കുമ്പോൾ എന്താ? സർഫസിലാണ് ഏറ്റവും കൂടുതൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആ സർഫസിൽ തന്നെ എങ്ങനെ വേണം? പോളിലായിരിക്കുമോ അതോ ഇക്വേറ്ററിലായിരിക്കുമോ? പോളിലായിരിക്കും അല്ലേ, ബിക്കോസ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കുറവാണ് കമ്പയർ ടു ഇക്വേറ്റർ. ഇക്വേറ്ററിലേക്കുള്ള ദൂരത്തേക്കാളും കുറവ് എവിടെയാണ്? പോളിലേക്കുള്ള ദൂരമാണ് അല്ലേ. സോ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം ഈസ് ഇൻ ദ സർഫസ് ഓഫ് എർത്ത്. അതിൽ തന്നെ ഏറ്റവും കുറവ് വരും പോളിലേക്കാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹൈറ്റിലേക്ക് പോയാലും ജി വാല്യൂ കുറയും, താഴേക്ക് ഡെപ്തിലേക്ക് പോയാലും ജി വാല്യൂ കുറയും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? പോൾസ്. ക്ലിയർ? നമുക്ക് ഓരോന്ന് സെൻറ്റർ ഓഫ് ദ എർത്തിൽ എന്തായിരിക്കും, ഇക്വേറ്ററിൽ, അതൊക്കെ നമുക്ക് സെൻറ്റർ ഓഫ് എർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ജിയുടെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് നോക്കാം. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മുടെ എർത്ത് ഉണ്ട്, എർത്തിൻ്റെ റേഡിയസ് നമ്മൾ R4 സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് സർഫസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉയരത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫ്രീലി ഫോളിങ് സമയത്ത് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജി വാല്യൂ എത്രയായിരിക്കും എന്നാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഹൈറ്റ് കൂടുമ്പം ജി വാല്യൂ എങ്ങനെ കൂടുകയോ കുറയോ കണ്ടുപിടിക്കാം. ഫ്രം ദി സർഫസ് ഓഫ് ദ എർത്ത്. സർഫസിൽ നിന്ന് കൂടുമ്പോഴും കുറയുമ്പോഴും എന്ത് വേരിയേഷൻ ആയിരിക്കും വരിക? ജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ് ജിയുടെ ഇക്വേഷൻ? ജി ഈസ് ഈക്വൽ ടു gm/r². gm/r². അതായത് നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. G acceleration due to gravity is equal to gm, where m is the mass of the earth, gm/r². ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുന്നു വിചാരിച്ചു. അതായത് ഈ ഒരു ഹൈറ്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ്? യെസ്, h+r ആയിരിക്കും. ദാറ്റ് മീൻസ് g dash is equal to gm divided by r plus h whole square. നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ആണ് ഒരു സർഫസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ. അതേസമയം ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? h+r ആണ്. h+r ആണ്. ഹിയർ h എന്താണ്? ഹൈറ്റ്. അപ്പോൾ നമുക്ക് എന്താണ്? ഞാൻ ഈ ഡാഷിന് പകരം തൽക്കാലം h എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കാം കേട്ടോ, കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പെർട്ടിക്കുലർ ഹൈറ്റ് is represented as gh. gh is equal to gm/r plus h whole square. This is equation number 1. Here is the equation number 2. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? equation 1 by equation 2 ചെയ്യാൻ പോവാം. equation number 1 divided by equation number 2. equation number 1 എന്തായിരുന്നു? g which is equal to gm/r². ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യട്ടെ, അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാം. equation number 1 divided by equation number 2, which is equal to, okay,
വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഇത് നമ്മൾ ജി എം അവിടെ ക്യാൻസൽ ചെയ്തു. പിന്നെ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഡിനോമിനേറ്റർ നമ്മൾ എപ്പോഴും എന്താ ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് എഴുതണം അല്ലേ? ദാറ്റ് മീൻസ് ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററായി. ദാറ്റ് മീൻസ് ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അപ്പം എന്താ വന്നിരിക്കണേ? G divided by GH is equal to R plus H all square divided by R square. Clear ആണോ ഈ സ്റ്റെപ്പ്? വേറൊന്നുമില്ല, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് G is equal to GM by R square. ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലെ G വാല്യൂ എന്താണെന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്താ? ആ ഡിസ്റ്റൻസ് R plus H എന്ന് മാറ്റി എഴുതണം എന്ന് മാത്രമാണ്. അത് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തപ്പോൾ എന്താ? G by GH is equal to ഇക്വേഷനിൽ കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്തു, GM ക്യാൻസൽ ചെയ്തു. പിന്നെ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഒറ്റക്കെട്ടിക്കൊന്നും പറ്റത്തില്ല, ബിക്കോസ് ആർ സ്ക്വയറും ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയറും. അതിലൊന്ന് റൈറ്റ് ചെയ്തു. ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുന്ന രീതിയിൽ നമ്മളൊന്ന് റൈറ്റ് ചെയ്തു എന്ന് മാത്രം. ദാറ്റ് മീൻസ് ഈ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതാം. ജി ഡിവൈഡ് ബൈ ജി എച്ച് വിച്ച് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച്. എങ്ങനെ എഴുതുന്നത്? ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. സോ ഞാൻ ഒന്നിച്ച് ഒറ്റയടിക്ക് എഴുതാം കേട്ടോ. ആർ പ്ലസ് എച്ച് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അതിനിങ്ങനെ നമുക്ക് റീറൈറ്റ് എഴുതിയൂടെ? ഹോൾ സ്ക്വയർ ആയതുകൊണ്ട്, കോമൺ ആയതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെയാണ്? ആർ പ്ലസ് എച്ച് ഡിവൈഡ് ബൈ ആർ ഹോൾ സ്ക്വയർ. സോ ഇതിനെ വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ആർ പ്ലസ് എച്ച് ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ അല്ലേ? ആർ ബൈ ആർ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ബൈ ആർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാനൊന്നും കൂടി എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വായിക്കുകയാണേ. That means G divided by GH which is equal to 1 plus H by R whole square. Clear അല്ലേ? ഇനി നമുക്ക് ആക്ച്വലി എന്താ വേണ്ടേ? GHൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ GHൻ്റെ വാല്യൂ നമ്മളൊന്ന് റീറൈറ്റ് അല്ലെങ്കിൽ ഒന്ന് എന്താ മാറ്റി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയെടുത്ത് എഴുതുകയാണ്. GHനെ ഇങ്ങോട്ടും കൊണ്ടുവന്നു, അതേസമയത്തിന് ഇങ്ങോട്ടും തിരിച്ച് ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്ന് റീറൈറ്റ് ചെയ്തു. GH വിച്ച് ഈസ് ഈക്വൽ ടു G ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റത്തില്ലേ? ഈക്വൽ സൈൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്താ? GH ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്ററിലേക്ക് മാറും. അതേസമയം 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? ഡിനോമിനേറ്ററിലായിട്ട് റീറൈറ്റ് ചെയ്തു. ഈ ഡിനോമിനേറ്ററിനെ ഒന്നും കൂടി ഞാൻ എന്താണ് മാറ്റി എഴുതുകയാണ്. G 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു -2. ഇത്രയും ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഡിനോമിനേറ്റർ 2 ആണ്, അത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ -2 ആയിട്ട് എഴുതാൻ പറ്റും. ഇനി എന്താ? നമ്മൾ ബേസിക് മാത്സ് ഇക്വേഷൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷനാ? 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു n -n എന്ന് വന്നിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ആൻസർ? 1 മൈനസ് nx ആയിരിക്കും. അതിന് കൂടുതൽ എക്സ്പാൻഷൻസ് ഉണ്ട്, പക്ഷേ ഫസ്റ്റ് വാല്യൂസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് എച്ചിൻ്റെ വാല്യൂ വളരെ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റിയാണ് കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത്. അപ്പോൾ ഫസ്റ്റ് 2 ആ 2 കാര്യങ്ങൾ, ഫസ്റ്റ് 2 ഡിജിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് 2 ഫാക്ടേഴ്സ് മാത്രമേ ഇവിടെ നമ്മൾ വാല്യൂബിൾ ആയിട്ട് എടുക്കുന്നുള്ളൂ. സോ ഇതനുസരിച്ച് 1 പ്ലസ് എച്ച് ബൈ ആർ ഓൾ റേസ് ടു -2നെ ഈ ഇക്വേഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? G ഇൻറ്റു ഈക്വേഷൻ അനുസരിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് ഇവിടെ എന്താ വരിക? -2h by r. That is acceleration due to gravity at particular height which is equal to എന്ത് വന്നു? G into 1 minus 2h by r. It's very 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 important equation. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് ഇത്. ഇക്വേഷൻ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, പ്രോബ്ലം സെഷനിലും ചോദിക്കാറുണ്ട്. അപ്പം 3 രീതിയിലും ചോദിക്കാറുള്ളതാണ്. സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നതാണ്, പഠിച്ചിരിക്കുക. ഒന്നല്ലേ ഹൈറ്റ് വരും, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡെപ്ത് വരും. ഇതിലേതെങ്കിലും ഒന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എങ്ങനെ ഇക്വേഷൻ കിട്ടിയെന്ന് മനസ്സിലായല്ല? ഹൈറ്റ് കണ്ടുപിടിക്കണ മെത്തേഡിലല്ല, നമ്മുടെ G വാല്യൂ അറ്റ് ഡെപ്തിൽ കണ്ടുപിടിക്കണത്. അതെങ്ങനെ കണ്ടുപിടിക്കണത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നേഹ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. ദാ ക്വസ്റ്റ്യൻ വന്നു. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. അയ്യോ, ഇതൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഹൈറ്റിൽ അല്ലേ ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ജി ഇൻറ്റു 1 മൈനസ് 2h/r. ദിസ് ഈസ് ദ ഇക്വേഷൻ അല്ലേ. പർട്ടിക്കുലർ ഹൈറ്റിൽ ജി വാല്യൂ എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് 2h/r ആണ്. അതായത് എന്താണ്? ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ജി വാല്യൂ കുറയും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ മാക്സിമം വരുന്നത്, ഏറ്റവും മാക്സിമം വരുന്നത് സർഫസ് ഓഫ് ദ എർത്ത് ആണ്. ആ സർഫസിൽ തന്നെ ഏറ്റവും മാക്സിമം എവിടെയാണ് വരുന്നത്? എവിടെയായിരുന്നു? പോളിൽ അല്ലേ. ഞാൻ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ട്, പോളിലാണ്. ഓക്കെ, അപ്പം പോളിലാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ സർഫസിൽ ഏറ്റവും മാക്സിമം വരുന്നത് പോളിൽ. അപ്പം മുകളിലേക്ക് പോകുമ്പോൾ എന്താ? ജി വാല്യൂ കുറയുന്നു. ബിക്കോസ് 1 മൈനസ് 2h/r ആണ്. കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. 1 മൈനസ് 2h/r ആണ് കേട്ടോ. ദെൻ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റിലേക്ക് പോട്ടെ. ഡെപ്തിലാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഡിറൈവ് ദ പ്രോപ്പർ ഇക്വേഷൻ. എന്ത് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്? മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഡെപ്ത്. ഡെപ്ത് കൂടുമ്പം എന്താ? ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. മീൻസ് ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. നമ്മൾ ഡെപ്ത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഡെൻസിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഓർക്കുക. ഹൈറ്റ് ആണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പർട്ടിക്കുലർ ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് സിമ്പിളാണ് നമ്മുടെ ജിയുടെ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു gm/r ഇക്വേഷനിൽ നിന്ന് r² എന്ന ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഡെപ്ത് കണ്ടുപിടിക്കുമ്പോൾ ഡെൻസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് ഓർത്തിരിക്കുക കേട്ടോ. ഡെപ്ത് ആണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ ഡെൻസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ഡെൻസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ? കാണിച്ചു തരാം. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 8ൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ബൈ വോളിയം ആണ്. ആ ഒരു ഇക്വേഷൻ മനസ്സിൽ ഓർത്ത് വെച്ച് നമ്മുടെ ഡെറിവേഷൻ തുടങ്ങുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ഒന്ന് എഴുതിക്കും. ബിക്കോസ് അതിൽ നിന്നാണ് നമ്മുടെ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ജി? ജി ഈസ് ഈക്വൽ ടു gm/r². ദിസ് ഈസ് ദ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ് അല്ലേ. ഇവിടെ മാസ് നമുക്ക് അറിയില്ലെങ്കിൽ ഏത് ഇക്വേഷൻ എടുക്കണം? മാസിൻ്റെ ഇക്വേഷൻ ഡെൻസിറ്റിയിൽ നിന്ന്. അതാണ് ബസ് പറഞ്ഞത്. സ്റ്റാർട്ട് ഫ്രം ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദെൻ വാട്ട് വിൽ ബി ദ മാസ്? മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ലെറ്റ് ബി റോ ബി ദ ഡെൻസിറ്റി. ഡെൻസിറ്റി തന്നിരിക്കുന്നതിൻ്റെ ഡെൻസിറ്റി, നമ്മുടെ എർത്തിൻ്റെ ഡെൻസിറ്റി റോ ആയിട്ട് എടുക്കാം. ആൻഡ് എർത്ത് എന്ന് വെച്ചാൽ ഒരു സ്ഫീരിക്കൽ ഷേപ്പ് അല്ലേ. സ്ഫീരിക്കൽ ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ മാത്സിൽ? എന്താണ് ഇക്വേഷൻ? സ്ഫീരിക്കൽ ഷേപ്പ് ആണെങ്കിൽ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആരാ പറയുക? സ്പീഡിൽ നിന്ന് പറഞ്ഞു നോക്കിക്കേ. നന്ദന, സുനിൽ വേഗം എന്ന് പറയൂ. ആത്മജൻ സ്പീഡിൽ നിന്ന് പറഞ്ഞു നോക്കിക്കേ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് എ സ്ഫിയർ? 4/3πr³. ഇറ്റ്സ് 4/3πr³. Here r is the radius, rho is the density. നമ്മുടെ എർത്തിൻ്റെ ഡെൻസിറ്റി ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പം നമുക്ക് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. മാസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഓർത്തോളൂ, ഡെപ്ത് ചോദിച്ചാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഡെൻസിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നാലും നമ്മുടെ ഡെറിവേഷൻ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ? മാസിൻ്റെ ഇക്വേഷൻ റോ 4/3πr³. ഓക്കെ, 4/3πr³. അപ്പോൾ നമ്മുടെ ജിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ജി ഈസ് ഈക്വൽ ടു gm/r². മാസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഈസ് ഈക്വൽ ടു gm. എമ്മിന് വരെ എന്ത് കൊടുക്കാൻ പറ്റും? 4/3ρπr³. ഓൾറെഡി ഇവിടെ ഒരു r² അടപ്പുണ്ടല്ലോ, അവിടെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം അല്ലേ. r². r ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ലേ? ഇവിടെ r ഒരു 2r ഇവിടുത്തെ r² ക്യാൻസൽ ചെയ്തു. ബിക്കോസ് ഇവിടെ r³ ആണ്, ഡിനോമിനേറ്ററിൽ r² ആണ്. അപ്പം r ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അല്ലേ. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. സോ ജിയുടെ ഇക്വേഷൻ എന്ത് വന്നു? ഡെൻസിറ്റിയുടെ ടൈമിൽ 4/3πρgr. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. എന്തിൻ്റെ ഇക്വേഷനാണ്? ജി വാല്യൂൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അറ്റ് പെർട്ടിക്കുലർ ഡെപ്തിലെ ജി വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിന് ഡെപ്തിലെ ജി വാല്യൂ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ. എങ്ങനെ നേരത്തെ എടുത്തത്? ജി പെർട്ടിക്കുലർ ഹൈറ്റിന് GH എന്ന് എടുത്ത പോലെ തന്നെ പെർട്ടിക്കുലർ ഡെപ്ത് ആണെങ്കിൽ GD എന്ന് എടുക്കാം. ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പെർട്ടിക്കുലർ ഡെപ്ത് ഈസ് കൺസിഡർ ആസ് GD. ഇതേപോലെ തന്നെ കൊടുത്താൽ പോരെ. അവിടെ ഡെപ്ത് എന്നൊരു ഫാക്ടർ വരുന്നതുകൊണ്ട് മിസ് അതൊന്നും കൂടി ഡ്രോ ചെയ്യാണ്.
ആർ റേഡിയസ് ആണ് അല്ലേ, നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് ആണ്. ഒരു പെർട്ടിക്കുലർ ഡെപ്ത്, നമ്മുടെ സർഫസിൽ നിന്ന് താഴേക്ക് ഒരു പെർട്ടിക്കുലർ ഡെപ്ത് ഡി എടുത്തു എന്ന് വിചാരിക്കാം. പെർട്ടിക്കുലർ ഡെപ്ത് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇവിടെ നിന്ന് എന്തായിരിക്കും? ആർ മൈനസ് ഡി ആയിരിക്കും അല്ലേ? അല്ലേ? ഒരു ഒബ്ജക്റ്റ് ഡി ഡെപ്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ മൈനസ് ഡി ആണ്. അപ്പോൾ അറ്റ് പെർട്ടിക്കുലർ ഡെപ്ത് ഡി ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 4/3 പൈ റോ ജി ആർ. ആറിന് പേര് എന്താ കൊടുക്കാം? ആർ മൈനസ് ഡി. ആർ മൈനസ് ഡി, where d is the depth. സോ നമ്മുടെ കയ്യിൽ എന്ത് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്? പെർട്ടിക്കുലർ ഡെപ്ത് ജി ഡി കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഓൺ ദ സർഫസ് ജിയുടെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ ഇക്വേഷൻ ഡിവൈഡ് ചെയ്തല്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ജി ബൈ ജി എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ ഉൾട്ടയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ജി ഡി ബൈ ജി ചെയ്യാൻ പോണേ. ഇക്വേഷൻ നമ്പർ 1, ഹിയർ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 2 ബൈ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1 വെച്ച് മിസ് ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്താ? ജി ആണ്. ആൻഡ് 4/3 പൈ റോ ജി ആർ. ഒരേപോലെ ടേം 4/3 ക്യാൻസൽ ചെയ്തു, പൈ ക്യാൻസൽ ചെയ്തു, റോ ക്യാൻസൽ ചെയ്തു, ജി ക്യാൻസൽ ചെയ്തു. ഒരു പാട്ട് പോലെ പറയാം അല്ലേ? പിന്നെ റിമൈനിങ് എന്തൊക്കെയുണ്ട്? ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ ആർ അല്ലേ? ഒന്ന് എഴുതി നോക്കിക്കേ. ജി ഡി ബൈ ജി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. അതിനൊന്നുകൂടി റീറൈറ്റ് ചെയ്താൽ എന്താ? 1 മൈനസ് ഡി ബൈ ആർ എന്നാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എത്തിക്കഴിഞ്ഞു. എന്താ ഇക്വേഷൻ? ഇതിനൊന്ന് റീറൈറ്റ് ചെയ്താൽ ഇവിടെ എഴുതാം, സ്ഥലമില്ലാണ്, ഇങ്ങോട്ട് ഇവിടെ എഴുതുകയാണ് കേട്ടോ. Therefore, GD is equal to G into 1 minus D by R. This is the equation. ഒരു പെർട്ടിക്കുലർ ഡെപ്തിൽ ജി വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. അപ്പം മിസ് ആദ്യം പറഞ്ഞു പെർട്ടിക്കുലർ ഹൈറ്റിലെ ജി വാല്യൂ കണ്ടുപിടിക്കണം, പെർട്ടിക്കുലർ ഡെപ്തിലെ ജി വാല്യൂ കണ്ടുപിടിക്കണം. പെർട്ടിക്കുലർ ഹൈറ്റിൽ ഓർമ്മയുണ്ടോ? അതും ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ. പരീക്ഷയ്ക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് അല്ല, പ്രോബ്ലം സെഷനിൽ നമുക്കിത് പഠിച്ചിരിക്കണം. ഡെപ്തിനകത്തും അതുപോലെ തന്നെ ഹൈറ്റിനകത്തുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. അപ്പോൾ ഓർത്തോക്കിക്ക് എളുപ്പമല്ലേ? ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഹൈറ്റ് ആയപ്പോഴോ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ, ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ഡെറിവേഷൻ ആയാലും ഏത് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ഈ ഒരു സെഷൻ വരുന്നതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല, അതാ ബി പാർട്ടുണ്ട്. Using the equation, show that the acceleration due to gravity is maximum at the surface and 0 at the center of the earth. ഇതുപയോഗിച്ച് നമുക്ക് ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യണം. സെൻറ്റർ ഓഫ് എന്താണ്? മാക്സിമം അറ്റ് ദ സർഫസ്. ജി വാല്യൂ മാക്സിമം സർഫസിൽ. അന്ന് മിസ് വെറുതെ പറയല്ലേ ഉണ്ടായുള്ളൂ, അത് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണം. പിന്നെ ജി വാല്യൂ സെൻറ്റർ ഓഫ് ദ എർത്തിൽ എന്താ? 0 ആണെന്ന് പ്രൂവ് ചെയ്യുകയും വേണം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം അല്ലേ, സെൻറ്ററിൽ നിന്ന് ഇത് ആറാണെങ്കിൽ അങ്ങോട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആണെങ്കിൽ, ഓൺ ദ സർഫസ് ഓഫ് ദ എർത്തിലാണെങ്കിൽ ഡെപ്ത് ഉണ്ടോ? ഡെപ്ത് 0 ആണ് അല്ലേ? ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ആണെങ്കിൽ ഡി വാല്യൂ എന്താ? ഡെപ്ത് ഇല്ല, സർഫസ് ആണ്. ഡി എന്ന് പറയുന്നത് താഴോട്ട് പോയാലേ ഡി ഉള്ളൂ. ഡി 0 ആണ് എന്നർത്ഥം. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി വാല്യൂ എന്താണ്? ഒന്നുമില്ലല്ലേ, 0 ബൈ ആർ. ദാറ്റ് മീൻസ് ജി ഡി ഈസ് ഈക്വൽ ടു ഇസ് ജി. ദാറ്റ് മീൻസ് മാക്സിമം വന്നു ഇല്ലേ? മാക്സിമം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസിലാണ് ഏറ്റവും മാക്സിമം. അതേസമയം എർത്തിൻ്റെ സർഫസിൽ നിന്ന് നേരെ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ ഡിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഉള്ളിലോട്ട് കുഴിച്ച് പോകുമെങ്കിൽ എന്താ ഡി വാല്യൂ കൂടി അതിൻ്റെ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? റേഡിയസ് ഓഫ് ദി എർത്ത് ആവും അല്ലേ? അതായത് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ ഡി വാല്യൂ എന്തായി? ഡി ഈസ് ഈക്വൽ ടു ഡെപ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് തന്നെയായി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ജി ഡി എന്ന് പറയുന്നത് എന്താണ്? ജി ഡി ഈസ് ഈക്വൽ ടു
g into 1 minus d by r. Here d is r itself. r by r. r by r എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ? 1 minus 1 എന്ന് വെച്ചാൽ എന്താ? 0. 0 into g, it's 0 itself. So ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. സെൻറ്റർ ഓഫ് ദ എർത്തിൽ g വാല്യൂ 0 ആണ്. സെൻറ്റർ ഓഫ് എർത്തിൽ g വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ g എന്നൊരു ഫാക്ടറിനെ ബന്ധപ്പെട്ട് പഠിച്ചു. g കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചു. എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അത് ഡിസ്കസ് ചെയ്തു. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലൂടെ ജിയുടെ ഇക്വേഷനിലേക്ക് എത്തി. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടല്ലോ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്തായിരുന്നു? g(m1m2) ഡിവൈഡ് ബൈ r². അവിടുത്തെ ക്യാപിറ്റൽ ജി ആയിരുന്നു. ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എന്താണ്? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അതിൻ്റെ വാല്യൂസ് എല്ലാം, അതിൻ്റെ യൂണിറ്റ് എല്ലാം നമ്മൾ നോക്കി ഇവിടം വരെ എത്തി. ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വെയ്റ്റ് ആൻഡ് മാസ്. ഇതൊക്കെ ഇതിനകത്ത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എന്താണ് വെയ്റ്റ്, എന്താണ് മാസ്? മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന amount of particle present in an object is the mass and it will not change anywhere. അല്ലേ? ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് അത് തന്നെയാണ്. ഇവിടെ എടുത്ത് നോക്കിയാലും എവിടെ എടുത്ത് നോക്കിയാലും അതിൻ്റെ പാർട്ടിക്കിളിന് വ്യത്യാസം വരുന്നില്ല. പക്ഷേ വെയ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വെയ്റ്റ് ഈസ് ഈക്വൽ ടു mg ആണ്. മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇറ്റ്സ് വെയ്റ്റ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയാൻ എന്താ? ഇതിൻ്റെ മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു 100 കിലോഗ്രാം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഒരു 10 ന്യൂട്ടൺ അല്ലെങ്കിൽ ഒരു വെയിറ്റ് തന്നിട്ടുണ്ട്. ആ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് സെൻറ്റർ ഓഫ് എർത്തിൽ എന്തായിരിക്കും വെയിറ്റ്? എന്തായിരിക്കും ഉത്തരം? നിങ്ങളുടെ ഉത്തരം ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ, സ്പീഡിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ചോദ്യം എന്താണ്? നമുക്ക് ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് സെൻറ്റർ ഓഫ് എർത്തിൽ എന്തായിരിക്കും? അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതണം? നമുക്ക് അറിയാവുന്ന ഈ ഫാക്ടറിലൂടെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ജി വാല്യൂ അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് എന്താണ്? 0 ആണ്. ജി വാല്യൂ അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്തിൽ 0 ആയി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് വെയിറ്റ്? വെയിറ്റ് എന്തായിരിക്കും? എന്ത് മാസ് ആണെങ്കിലും വെയിറ്റ് 0 ആയി കഴിഞ്ഞാൽ എന്താ? എന്ത് തന്നെയാണ്, ഇപ്പം 100 ഇൻറ്റു 0 വാട്ട് എവർ ഇറ്റ് ഈസ് 0 അല്ലേ? എത്ര മാസമുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലും സെൻറ്റർ ഓഫ് എർത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് 0 ആയി. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, ഇപ്പം നമ്മൾ സർഫസ് പറഞ്ഞു. സർഫസിലാണ് ഏറ്റവും കൂടുതൽ എന്താ വരുന്നത്? അതിൻ്റെ ജി വാല്യൂ വരുന്നത്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം വെയിറ്റും അത് തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നത് എന്താ? അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? ഒരേ സാധനത്തിന് വെയിറ്റ് ഫീൽ ചെയ്യുമ്പം രണ്ടിടത്ത് വെയിറ്റ് ഫീൽ ചെയ്യും അല്ലേ? രണ്ട് രീതിയിൽ വെയിറ്റ് ഫീൽ ചെയ്യും. മാക്സിമം വരുന്ന എവിടെയായിരിക്കും? അറ്റ് ദ പോൾ. മിനിമം എവിടെയാണ്? ഇക്വേറ്റർ. അത് സർഫസ് ഓഫ് എർത്താണ് ഈ പറയുന്നത് കേട്ടോ. സർഫസ് ഓഫ് എർത്തിൽ മാക്സിമം വരുന്നത് പോളിലും മിനിമം വരുന്നത് ഇക്വേറ്ററാണ്. സർഫസ് ഓഫ് എർത്തിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴും എന്ത് വെയിറ്റ് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാനതുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്ന് മാത്രം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ആവശ്യം വരുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? A ball bounces more on the surface of the moon than that of the earth. Explain why. ഇനി നമുക്ക് പറയേണ്ടത് എന്താ? മൂണും എർത്തും നമ്മൾ കമ്പയർ ചെയ്യണം അല്ലേ? മൂണും എർത്തും നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യാം? നമ്മുടെ എർത്തിൻ്റെയും മൂണിൻ്റെയും സൈസ് വ്യത്യാസമുണ്ട്. നമ്മുടെ എർത്തിൻ്റെ 1/6 മാത്രമേ ഉള്ളൂ മൂണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. അതായത് എർത്തിൻ്റെ സൈസിൻ്റെ 1/6 മാത്രമാണ് മൂണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ജി വാല്യൂയിലും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. നമ്മുടെ എർത്തിൻ്റെ 1/6 ജി വാല്യൂ ഉള്ളൂ മൂണിന്. അപ്പം 1/6 ജി വാല്യൂ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ജി കുറവാണ് അല്ലേ? ജി വളരെ കുറവാണ്. ജി കുറവായി കഴിഞ്ഞാൽ എന്ത് പറ്റും? വെയിറ്റും വളരെ കുറയും. വെയിറ്റും 1/6 ആയിട്ട് കുറയും. വളരെ ഒരു എന്താണോ വാല്യൂ അതിൻ്റെ 1/6, ഇപ്പോൾ ഇവിടെയുള്ള എർത്തിൽ ഫീൽ ചെയ്യുന്ന വെയിറ്റിൻ്റെ 1/6 വാല്യൂ മാത്രമാണ് മൂണിൽ ഫീൽ ചെയ്യുന്നത്. അതായത് ജി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൂടുതൽ ഹൈറ്റിൽ ബൗൺസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വെയിറ്റ് കുറവാണ് അവിടെ ഫീൽ ചെയ്യുന്നത് അല്ലേ? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ച ഫാക്ടറായിട്ട് കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എഴുതുക, എങ്കിലേ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ വാട്ട്സ് ആൻസർ? Ball bounces more on the surface of the moon because the acceleration due to gravity at the moon is 1/6 as that of the earth. എന്നാണ് എർത്തിൻ്റെ 1/6 ജി വാല്യൂവേ മൂണിലുള്ളൂ. സോ വെയിറ്റ് കുറഞ്ഞു. വെയിറ്റ് കുറഞ്ഞാൽ എന്താ? നന്നായിട്ട് ബൗൺസ് ചെയ്യാം, മുകളിലോട്ട് നല്ല രീതിയിൽ പോകും അല്ലേ? മൂണിൻ്റെ കാര്യം. ഇനി അടുത്തത് അതുപോലൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇതാ, എക്സ്പ്ലെയിൻ why tennis ball bounces higher on the hills of the
ഹിൽസ് ഓൺ ദ പ്ലെയിൻസ്. എന്താ ഹിൽസിലേക്ക് പോയി കഴിഞ്ഞാലും നല്ലോണം ബൗൺസ് ചെയ്യും. എന്തായിരിക്കും കാര്യം? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ GH is equal to G into 1 minus 2h by r. Write this equation. As the height increases, what will happen? The value of G also decreases. ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ജിയുടെ വാല്യൂ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയുന്നു. നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് ജിയുടെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ചെറിയ പോയിന്റിന് വ്യത്യാസമുള്ളൂ, എന്നാലും ഇത് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ജി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ, അത് കൂടുതൽ നല്ല രീതിയിൽ മുകളിലേക്ക് ബൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഉയർന്ന് കൂടുതൽ ബൗൺസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ആൻസറിലേക്ക് പോകുന്നു കേട്ടോ. ജി അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ ഷുഡ് ബി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ സർഫസ്. സോ ദ വെയിറ്റ് വിൽ ബി ലെസ് ആൻഡ് ഇറ്റ് ബൗൺസ് മോർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ജി കുറഞ്ഞു, വെയിറ്റ് കുറഞ്ഞു, കൂടുതൽ നല്ല ഉയരത്തിലേക്ക് ആ ബോൾ ബൗൺസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If you imagine that the motion of the body from the center of the earth to the surface of the moon, what change will you observe in the weight of the body during that motion? Question clear ആണോ? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് എവിടെ വരെ എത്തി? ഇമാജിൻ ദാറ്റ് ദ മോഷൻ ഓഫ് എ ബോഡി ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത് ടു ദ സർഫസ് ഓഫ് ദ മൂൺ. നമ്മുടെ സർഫസ് മൂൺ ഉണ്ടെങ്കിൽ മൂണിൻ്റെ സർഫസിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സർഫസിന് ഉണ്ടാവുന്ന ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വെയിറ്റ് ഓഫ് ദ ബോഡി എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. സെൻറ്റർ ഓഫ് എർത്തിൽ ജി വാല്യൂ എന്തായിരുന്നു? 0 ആണല്ലേ. സെൻറ്റർ ഓഫ് എർത്തിൽ ജി വാല്യൂ 0 ആയതുകൊണ്ട് എന്താ വെയിറ്റ് എന്തായിരുന്നു? വെയിറ്റ് 0 ആണ്. പക്ഷേ സർഫസ് ഓഫ് എർത്തിലേക്ക് എത്തുന്നതനുസരിച്ച് എന്താ ജി കൂടുന്നു. ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ജി വാല്യൂ ഇൻക്രീസ് ചെയ്തു. മാക്സിമം ജി വാല്യൂ എവിടെയായിരുന്നു? സർഫസ് ഓഫ് ദ എർത്ത്. അതായത് 0 എന്ന് പറഞ്ഞ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമം വെയിറ്റ് അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്തിൽ കിട്ടി. പിന്നെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ ജി കുറയും അല്ലേ. ഇത് ഇങ്ങോട്ട് പോകുന്ന ആ ഒരു ഓർഡർ ആണ് കേട്ടോ മിസ് പറയുന്നത്. ഇവിടുന്ന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്താ ജി വാല്യൂ കുറഞ്ഞു കൊണ്ടേയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം? At the center of earth, G becomes 0. Therefore, the body feels weightlessness. As it moves towards the surface, G increases and hence weight. G കൂടുന്നു, പിന്നെ അതിനെന്താ വെയിറ്റ് ഫീൽ ചെയ്യുന്നു. At the surface of earth, G is maximum and hence the weight is maximum at the surface. പിന്നെ സർഫസിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും? ജി വാല്യൂ കുറയും, വെയിറ്റ് കുറയും. As it goes from the surface of earth towards the moon, again G decreases with the height and hence the weight decreases to the minimum. എന്നിട്ട് ആ വെയിറ്റ് കുറഞ്ഞ് മിനിമം വാല്യൂയിലേക്ക് എത്തും അല്ലേ. ദാറ്റ്സ് ഇറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What will be the period of simple pendulum if this experiment is performed inside a satellite? If this experiment, അതെന്താണ്? ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ടൈം പീരീഡ് നമുക്കറിയാം. സിമ്പിൾ പെൻഡുലം എങ്ങനെ ഇരിക്കുന്നത് അല്ലേ? സിമ്പിൾ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബോബ് ഉണ്ടാവും. അതെന്താണ്? അത് ത്രെഡിൽ കെട്ടി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാല് പോലെ ആടുന്നതാണ് അല്ലേ. അതിൻ്റെ ടൈം പീരീഡ് അറിയാം അല്ലേ. ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. T is equal to 2 pi root of L by G. The time period of a simple pendulum can be found by using the equation T is equal to 2 pi root of L by G, where L is the length of the simple pendulum. തന്നിരിക്കുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് ഇപ്പം 50 സെൻറ്റിമീറ്റർ ആണോ അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ലെങ്ത് ആണ് L. G എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്തേ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സിമ്പിൾ പെൻഡുലം നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതിന് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ടൈം പീരീഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒരു സാറ്റലൈറ്റിനകത്ത് വെച്ച് കണ്ടക്ട് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടി ടൈം പീരീഡ് എത്രയായിരിക്കും? ഓർത്തിരിക്കുക, നമ്മുടെ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണത് റിവോൾവ് ചെയ്യുന്നത്?
നമ്മുടെ എർത്ത് ഏതൊരു സാറ്റലൈറ്റിലേക്കും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്സിലേഷൻ, നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ളാണ് അല്ലേ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് എർത്ത്. ആ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്. ആക്ച്വലി സാറ്റലൈറ്റിന് വേറെ ഒരു ഫ്യൂവലും വേണ്ട. ആ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ മൂവ് ചെയ്യാൻ വേറൊരു ഫ്യൂവലും ആവശ്യമില്ല, വേറെ ഫ്യൂവൽ അതിന് വേണ്ട. നമ്മൾ കൊടുക്കുന്ന, നമ്മളല്ല, നമ്മുടെ എർത്ത് കൊടുക്കുന്ന, എർത്ത് അതിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്ത് സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. അതായത് എന്ത് കൊടുക്കുന്ന, നമ്മുടെ ഇവിടുന്ന് കൊടുക്കുന്ന ഫോഴ്സ് അത് എന്തായിട്ട് മാറ്റി, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ഇത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് എർത്തിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് അവിടെ കൊടുക്കുന്ന എഫ് എന്താണ്, എഫ് ഇല്ല അല്ലേ, എഫ് ഇല്ല. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന അതിനകത്ത്, സാറ്റലൈറ്റിനകത്ത് ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുക, ബിക്കോസ് ഇതിനകത്ത് കൊടുക്കുന്ന വെയിറ്റ് മുഴുവനും എഫ് ആണ്. എഫ് എന്ന് വെച്ചാൽ എന്താ, ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്ത്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ എർത്ത്. ആ ഫോഴ്സ് മുഴുവൻ യൂസ് ചെയ്ത് ഇങ്ങനെ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത്, സാറ്റലൈറ്റിനകത്ത് എന്തെങ്കിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യോ ഡ്യൂ ടു ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? നോ, അതിനകത്ത് ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എന്താ, ജി വാല്യൂ അവിടെ ഇല്ല, ജി ഇല്ല. ഗ്രാവിറ്റേഷണൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി 0 ഇൻസൈഡ് ദ സാറ്റലൈറ്റ്. ഇൻസൈഡ് ദ സാറ്റലൈറ്റിൽ ജി വാല്യൂ 0 ആണ്. ജി വാല്യൂ 0 ആയി കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്തായിരിക്കും, T is equal to 2π√L/g ആണല്ലേ. G 0 ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും T എന്ന് പറഞ്ഞ ഫാക്ടർ എന്തായിരിക്കും, 0 ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു സിമ്പിൾ പെൻഡുലം, ഒരു എക്സ്പെരിമെൻറ്റ്, സിമ്പിൾ പെൻഡുലമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റ് ഒരിക്കലും നമ്മൾക്ക് ഒരു സാറ്റലൈറ്റിനകത്ത് വെച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിനകത്ത് വെച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. സോ ഇൻസൈഡ് ദ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അവിടെ ജി വാല്യൂ 0 ആയിരിക്കും. ജി 0 ആയി കഴിഞ്ഞാൽ ടൈം പീരീഡ് 0 ആയി. സോ അവിടെ എന്തുണ്ടാവില്ല, ടൈം പീരീഡ് ഇല്ല, അതായത് ഒന്നുമില്ല. അത് എന്താ, സിമ്പിൾ പെൻഡുലം വർക്ക് ചെയ്യത്തില്ല. എന്താണ് ആൻസർ? ദ സിമ്പിൾ പെൻഡുലം വിൽ നോട്ട് ഓസിലേറ്റ് അറ്റ് ഓൾ. സിമ്പിൾ പെൻഡുലം അതുകൊണ്ട് ഓസിലേറ്റ് ചെയ്യില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യില്ല. ക്ലിയർ ആണോ? Okay, next question. At what height h, the value of g will be half of that of the surface of the earth. Radius of the earth is given as 6,400 kilometer. Question ശ്രദ്ധിച്ചേ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജി എന്ന് പറഞ്ഞ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയുടെ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജി ആയിട്ട് പല രീതിയിൽ പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഈ ക്ലാസ്സിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേ മോഡൽ, ഓക്കെ. അപ്പോൾ ഇതല്ലെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക, ഓർത്തിരിക്കുക കേട്ടോ. എന്താ തന്നിരിക്കുന്നത്? വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് അറ്റ് ജി വാല്യൂ വിൽ ബി ദ ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ദ സർഫേസ്. ജി വാല്യൂ കുറയുന്നു, ജിയുടെ ഇക്വേഷനാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ഏത് ഹൈറ്റിലാണ് ജി എന്ന് പറയുന്നത് ആക്ച്വൽ ജിയുടെ ഹാഫായിട്ട് മാറുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ജിയുടെ ഇക്വേഷൻ? ജി ഇസ് ഈക്വൽ ടു gm/r². gm/r² is the equation for finding acceleration due to gravity അല്ലേ, on the surface of earth. ഇനി നമുക്കറിയാം, ഇതാണ് നമ്മുടെ സാധാരണ ഇക്വേഷൻ gm/r². ഒരു പെർട്ടിക്കുലർ ഹൈറ്റ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറ്റും, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിന് r+h ആയിട്ട് നമ്മൾ കൊടുക്കും അല്ലേ. എർത്തിൻ്റെ റേഡിയസ് 6, ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ആയിട്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ r+h ആയി അല്ലേ. r+h എന്തായിരിക്കും? അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് എന്ത് പറ്റും, ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ g is equal to gm/r+h whole square which is equal to എന്തുമായിട്ട് വന്നു, g/2 ആയി എന്ന് വിചാരിക്കാം. g/2 ആയി, g/2. അപ്പം എന്താ ചെയ്യുക, ലെറ്റ് ഇറ്റ് ബി g ഡാഷ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ g/2 ആയിട്ട് മാറി. അതായത് അറ്റ് പെർട്ടിക്കുലർ ഹൈറ്റ് h, നമുക്ക് ആ ഹൈറ്റ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഹൈറ്റിലാണോ, ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ജി വാല്യൂ നേരെ പകുതിയായിട്ട് മാറും.
നമുക്കറിയാം ജിയുടെ വാല്യൂ 9.8 ആണ് അല്ലേ. 9.8 m/s² ആണ് ഓൺ ദ സർഫേസ് ഓഫ് എർത്ത് നമ്മുടെ ജി വാല്യൂ. ഇതിന് നേരെ പകുതിയാവുന്നത് ഏത് പോയിന്റിൽ വെച്ചാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ജി വാല്യൂ ഇതിന് നേരെ പകുതിയാവുന്നത് ഏത് പോയിന്റിലാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാം. എങ്ങനെ വരും? നേരെ കണ്ടുപിടിക്കാനുള്ള ആകെ ഒരു മെത്തേഡ്, എളുപ്പം മെത്തേഡാണ് മിസ് പറയുന്നത്. വി നോ ദാറ്റ് G is equal to gm/r². ആ വാല്യൂ നേരെ ഹാഫ് ആവുന്നു എന്ന് അസ്യൂം ചെയ്യാം. gm/r+hൽ G become g/2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇക്വേഷൻ 2/1, ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 1. ഞാൻ ഇവിടെ വെച്ചാൽ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1. ആ ഇക്വേഷൻ ഇവിടെ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നു, gm/r². ഓക്കെ, ഇവിടെ ജി എന്ത് പറ്റും? ജി ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. പിന്നെ gm ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കിട്ടുന്ന ലാസ്റ്റ് ആൻസേഴ്സ് ഇവിടെ നിന്ന് കുറിക്കാം. ദാറ്റ് ഈസ് 1/r+h all square divided by 1/r². 1/r+h all square divided by 1/r², which is equal to 1/2 എന്നല്ലേ? 1/2. ഇതൊന്ന് റീറൈറ്റ് ചെയ്തേ. ഒന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can write it as, എങ്ങനെ എഴുതാൻ പറ്റും? ഡിനോമിനേറ്റർ become ന്യൂമറേറ്റർ ആയല്ലേ. that means r² divided by r+h whole square, which is equal to 1/2. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം കേട്ടോ, എളുപ്പമാക്കുകയാണ് കേട്ടോ. എന്തെഴുതാം നമുക്ക്? r², 2 ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇതിനങ്ങോട്ടും കൊണ്ടുവരാം അല്ലേ. 2r² is equal to r+h whole square. നമ്മൾ 2r² which is equal to r+h whole square. നമുക്ക് ഇക്വേഷൻ കുറച്ചും കൂടി എളുപ്പമാവാനായിട്ട് രണ്ടിനും സ്ക്വയർ റൂട്ട് എടുത്തു. ഒരുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ. സ്ക്വയർ റൂട്ട് കോമൺ ആയിട്ട് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ? √2 r² എന്ന് പറയുന്നത് എന്താ? 6 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? r+h ആയി. നമുക്ക് എന്തിൻ്റെ ഇക്വേഷനാണ് വേണ്ടേ? എച്ചിൻ്റെ ഇക്വേഷനാണ് അല്ലേ. ദാറ്റ് മീൻസ് എച്ചിനോടെ നിർത്താം അല്ലേ. എച്ചിനെ നിർത്തി ആറിൻ്റെ ഇക്വേഷനിലേക്ക് എഴുതി വയ്ക്കുക. √2 r - r ആണ്. √2 r - r. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? h is equal to √2 - 1 r. √2ൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 1.414. 1.414 - 1 into r. എന്ത് കിട്ടും ഉത്തരം? 0.414 into r. ഓക്കെ, എന്തുവരെ എത്തി? 0.414 into r. r is the radius of the earth. അതിൻ്റെ വാല്യൂ വളരെ തന്നിട്ടുണ്ട്, 6400 കിലോമീറ്റർ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് എത്രയാണ്? h is equal to 0.414 into 6400 കിലോമീറ്റർ. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഹൈറ്റ് കിട്ടും. ആ ഹൈറ്റിലാണ് ജി വാല്യൂ നേരെ പകുതിയായത്. അപ്പോൾ ആ മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ, ഓർത്തിരിക്കുക കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ട് ആ മെത്തേഡ് പഠിച്ചോ, എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും ഉത്തരം? ആൻസർ എന്ത് വന്നു? h is equal to 1.414 - 1 into r. ദാറ്റ്സ് എന്ത് വന്നു? ചെയ്തു വന്നപ്പം 0.414 into 6400 which is equal to 2650 കിലോമീറ്റർ. ഒരു കാര്യം ഓർത്തോളൂ കേട്ടോ, ഈ വാല്യൂ ഒന്ന് ബൈ ഹാർട്ട് എളുപ്പമല്ലേ. 4600 എന്ന് പറഞ്ഞാൽ 6400 എന്ന് പറഞ്ഞത് നമ്മുടെ എർത്തിൻ്റെ ഒരു എന്താ പറയുക ആവറേജ് റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. ദാറ്റ് മച്ച് കിലോമീറ്റർ ആണ് നമ്മുടെ ആവറേജ് റേഡിയസ് ഓഫ് ദ എർത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Draw the graph showing the variation of G with the depth and height from the surface of the earth. Assume that the density of the earth is constant. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. എന്താണ്, എപ്പോഴാണ് ചോദിക്കുന്നത്? ഇതും സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ജി ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജി വാല്യൂവിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. എവിടെ മുതൽ? വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം?
ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്യാം കേട്ടോ. എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്യാം. എക്സ് ആക്സിസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർ ഡിസ്റ്റൻസ് ആണ്. വൈ ആക്സിസിൽ ജി വാല്യൂ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, എക്സ് ആക്സിസിനകത്തും വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഫ്രം ദ റേഡിയസ്, നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിന് ഞാനൊന്ന് ആറായിട്ട് എടുക്കുന്നുള്ളൂ. ആർ 0 ആയി കഴിയുമ്പം ആർ 0യിൽ ജി വാല്യൂ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെൻറ്റർ ഓഫ് എർത്തിൽ ആർ വാല്യൂ 0 ആണ്. സോറി, സെൻറ്റർ ഓഫ് എർത്തിൽ ജി വാല്യൂ 0 ആണ് നമ്മൾ പഠിച്ചു. ജി വാല്യൂ 0 ആണ്. സോ സെൻറ്റർ ഓഫ് എർത്തിൽ ജി വാല്യൂ 0. ഇൻക്രീസ് ചെയ്തു ഹൈറ്റ് കൂടുന്നതനുസരിച്ചെങ്കിൽ എർത്തിൻ്റെ സർഫസിലേക്ക് പോകുന്നതനുസരിച്ച് ആറ് കൂടുന്നതനുസരിച്ച് ജി വാല്യൂ കൂടും. ഇറ്റ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഡയറക്റ്റ് ആയിട്ട് കൂടിയതിൻ്റെ മാക്സിമം ജി വാല്യൂ കിട്ടുന്നത് എവിടെയായിരിക്കും? മാക്സിമം ജി വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്? റേഡിയസ്, എർത്തിൻ്റെ റേഡിയസ്. ആർ ബിക്കം ആറായി കഴിഞ്ഞാൽ മാക്സിമം ജി വാല്യൂ 9.8 എത്തി. പക്ഷേ ഇനി അതിൽ നിന്ന് ഹൈറ്റ് പോയി കഴിഞ്ഞാൽ എന്തൊരു മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ജി വാല്യൂ കുറയുന്നു പഠിച്ചു അല്ലേ? അപ്പോൾ ഇനി വരുന്നത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആട്ടോ. സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഏകദേശം ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു പോകും. ദിസ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ സെൻറ്ററിൽ ജി വാല്യൂ 0 ആണ്. സെൻട്രലിൽ നിന്നും സർഫസ് ഓഫ് എർത്തിലേക്ക് പോകുന്നതനുസരിച്ച് ജി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണ്. മാക്സിമം വാല്യൂ ഓൺ ദ സർഫസ് ഓഫ് എർത്ത്, ദെൻ കുറഞ്ഞ് മിനിമത്തിലേക്ക് കുറഞ്ഞു പോകും. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക, വരച്ച് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nowadays we are familiar with the satellite. Why does satellite need no fuel to go around the planet in its fixed orbit? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണല്ലേ. എന്താ സാറ്റലൈറ്റിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പോളാർ സാറ്റലൈറ്റും ഇക്വറ്റോറിയൽ സാറ്റലൈറ്റും ഒക്കെ ഉണ്ട്. അത് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാറ്റലൈറ്റിന് നമ്മൾ എക്സ്ട്രാ ഫ്യൂൽ വേണ്ട. എന്തുകൊണ്ടായിരുന്നു? നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട്, സാറ്റലൈറ്റിൻ്റെ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു ഓർബിറ്റിലേക്ക്, സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റിലേക്ക് എത്താൻ വേണ്ട ഫ്യൂവലാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ആ ഫ്യൂവൽ ബേൺ ചെയ്ത് അതിൻ്റെ ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് റിവോൾവ് അറൗണ്ട് ഇറ്റ് അല്ലേ? നമ്മുടെ എർത്തിന് ചുറ്റും അത് റിവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ അതിന് വേണ്ടി എക്സ്ട്രാ ഫ്യൂവൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിനകത്ത് നടക്കുന്ന ഫംഗ്ഷന് വേണ്ടി, അല്ലെങ്കിൽ സാറ്റലൈറ്റിനകത്ത് നടക്കുന്ന ഫംഗ്ഷന് വേണ്ടി തന്നാൽ സോളാർ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ എനർജി വേറെ റിവോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമില്ല. ബിക്കോസ് നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത് ആണ്. ദാറ്റ് മീൻസ് while the satellite is revolving around the earth, the necessary centripetal force is provided by the gravitational force of attraction. No other forces require for the satellite to keep in orbital motion. That is why the satellite need not want any fuel for the revolution, അല്ലെങ്കിൽ എന്താണ് revolving around the എർത്തോ പ്ലാനറ്റോ ഇതിന് ചുറ്റും റിവോൾവ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഫ്യൂൽ ഒന്നും വേണ്ട എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The direction of revolution of geostationary satellite is from east to west, west to east, north to south, south to north. ഏതാണ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്? എന്നാണ് നമ്മുടെ എർത്തിൻ്റെ ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റിന് മുകളിൽ നിൽക്കുന്നു എന്ന തരത്തിലുള്ള സാറ്റലൈറ്റ് ആണ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hours തന്നെ അല്ലേ? നമ്മുടെ എർത്തിൻ്റെ ടൈം പീരീഡ് അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ടൈം പീരീഡ് വരുന്ന സാറ്റലൈറ്റ് ആണ് ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. നമ്മുടെ എർത്ത് എങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റും റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? യെസ്, ഇറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. ഇപ്പോഴെങ്ങനെയാ? ഇറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഒബ്ജക്റ്റ് വിച്ച് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. കൺസിഡർ എ സാറ്റലൈറ്റ് അറ്റ് ഹൈറ്റ് h from the surface of the earth. Give an equation for the escape velocity and orbital velocity. Escape velocity equation derive ചെയ്യണം, orbital velocity equation നമുക്ക് derive ചെയ്യണം. പിന്നെയോ obtain the equation for the time period of above satellite. അതിൻ്റെ ടൈം പീരീഡിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാലോ. ഫസ്റ്റ് എന്താ വേണ്ടത്? നമുക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി?
ഇറ്റ്സ് എ മിനിമം വെലോസിറ്റി. നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പുറത്തേക്ക് പോകാൻ റിക്വയർ ആയിട്ടുള്ള ഏറ്റവും മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എർത്തിനെ സംബന്ധിച്ച് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി, എർത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മിനിമം വെലോസിറ്റി അല്ലെങ്കിൽ വേണ്ടതെന്ന് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്തിരിക്കുക, കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ ട്രാവൽ ചെയ്താലാണ് നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ളിൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ സർഫസിന് പുറത്തേക്ക് ഇത് എസ്കേപ്പ് ചെയ്ത് പോകുന്നു. ദാറ്റ്സ് എ മിനിമം വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്താ? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് എത്തുന്നത് നോക്കിയാലോ. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കണം, ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? അതായത് ഞാൻ പറഞ്ഞു, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പുള്ളിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ട മിനിമം വെലോസിറ്റി ആണ് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡൺ? ഇറ്റ്സ് കൈനറ്റിക് എനർജി. മൂവ് ആണല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എന്താണ് അവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ? കൈനറ്റിക് എനർജിക്ക് ഇക്വലൻ്റ് ആണ്. എന്ത് വർക്ക് ഡൺ ആണ് അവിടെ ചെയ്യണത്? നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ് അല്ലേ. ഈ R സർഫസിൽ നിന്ന് എവിടേക്കാണ് ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ, ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകാൻ പോകുന്നു. അതിനെടുക്കുന്ന വർക്ക് ഡൺ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് F.ds എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനും ഈ ഒരേ ഡയറക്ഷനിലാണ്. തീറ്റ ഇവിടെ 0 ആയതുകൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ് ഒന്നും എടുക്കേണ്ട, ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് എടുക്കാം. വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു വർക്ക് ഡൺ. ഇവിടെ എന്താ? F ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ R എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നു കേട്ടോ. ഫോഴ്സ് ഫോർ എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് വരുത്താൻ dr ഡിസ്പ്ലേസ്മെൻറ്റിന് കൊടുക്കുന്ന ഫോഴ്സ് ആണ് സ്മോൾ വർക്ക് ഡൺ. ഓക്കെ, സ്മോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഒരു സെക്കൻഡ്, ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം നമുക്ക്.
അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പറില്ല സാറ്റലൈറ്റ്. അതിനകത്ത് 2 ഡെറിവേഷൻ വേണം അല്ലേ? എസ്കേപ്പ് വെലോസിറ്റിയുടെയും ഓർബിറ്റൽ വെലോസിറ്റിയുടെയും ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം. ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? നമ്മൾ പറഞ്ഞു മിനിമം വെലോസിറ്റിയാണ്. എർത്ത് സർഫസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു പ്ലാനറ്റിനെയും സർഫസ് ചെയ്യുന്ന എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന മിനിമം വെലോസിറ്റിയാണ് അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു. എർത്തിലെ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s ആണ് അല്ലേ? അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയിലേക്ക് എത്താനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വർക്ക് ഡൺ ആണ്. നമ്മൾ കൊടുക്കുന്ന കൈനറ്റിക് എനർജിയാണ് അവിടുത്തെ വർക്ക് ഡൺ ആയിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്നത്. കൊടുക്കുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം, വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ അറിയാം. അപ്പം നമ്മൾ ആദ്യം തന്നെ വർക്ക് ഡൺ എന്നുള്ള കൺസെപ്റ്റ് എടുത്തു. വർക്ക് ഡൺ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? dr ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് എത്ര ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത ഫോഴ്സ് ആണ് അവിടുത്തെ സ്മോൾ വർക്ക് ഡൺ. ദാറ്റ് മീൻസ് dw = F/dr. F is the gravitational force. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ ലിമിറ്റ് നോക്കണം. ഹിയർ ദ ലിമിറ്റ് ഈസ് ഫ്രം r. ഈ r ഡിസ്റ്റൻസിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്കാണ് എത്തണം അല്ലേ? So integral capital R to infinity dw. This is the total work done. എസ്കേപ്പ് ചെയ്യാൻ വേണ്ട ടോട്ടൽ വർക്ക് ഡൺ ആണ്. ഇപ്പോൾ ചെറിയ വർക്ക് ഡൺ dw കണ്ടുപിടിച്ച് അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്തിൻ ദ ലിമിറ്റ് ക്യാപിറ്റൽ R to infinity. ഹിയർ dw അറിയാം അല്ലേ? F/dr ആണ്. വാട്ട് ഈസ് F ഹിയർ? ഹിയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലേ? G(m)m/r². ഹിയർ ആർ എന്ന് പറഞ്ഞ ടേം നമ്മൾ എടുത്തിരിക്കുന്നത് സ്മോൾ, ഈ ഒരു ഡിസ്റ്റൻസ് സാധാരണ ആർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ക്യാപിറ്റൽ ആർ അതിൻ്റെ ലിമിറ്റ് കൊടുക്കാനായിട്ട് റേഡിയസ് ഓഫ് എർത്ത് എന്ന ആ ഒരു ടേമിനാണ് നമ്മൾ ക്യാപിറ്റൽ ആർ കൊടുത്തിരിക്കുന്നത്. സോ ഹിയർ വി നെയിം ഇറ്റ് ആസ് r²dr. അപ്പോൾ ഈ വാല്യൂ ഇവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഇൻ്റഗ്രൽ ലിമിറ്റ് r to infinity G(m)m)dr/r². dmm/r². ക്ലിയർ അല്ലേ? പിന്നെ എന്താ വേണ്ടത് നമ്മുടെ ഇക്വേഷനിൽ? G(m)m)dr/r². ഇനി ഇഫ് നമ്മൾ എടുത്തിരിക്കുന്ന മാസ് സ്മോൾ എം എന്ന് പറഞ്ഞത് ലെറ്റ് ഇറ്റ് ബി യൂണിറ്റി, എം എന്ന് പറഞ്ഞത് യൂണിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്മോൾ 1 എന്ന് പറഞ്ഞ ഫാക്ട് നമ്മളിപ്പോൾ തൽക്കാലം നെഗ്ലക്റ്റ് ചെയ്ത് മാറ്റി നിർത്തുന്നു ഇക്വേഷൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി. സോ എന്ത് പറ്റി ഇവിടെ? G(m)m അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവസാനം വേണേൽ ചേഞ്ച് വരുത്താം, r². ഇനി എന്താ? നമുക്ക് അറിയാവുന്ന ഒരു ഇൻ്റഗ്രൽ ടേം ഉണ്ട്, ഇൻ്റഗ്രൽ x⁻n dx. അതിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? x⁻n+1/n+1 which is equal to x⁻n+1/n+1 ആണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും? കോൺസ്റ്റൻ്റ് എല്ലാം ആ ഇൻ്റഗ്രൽ സൈന് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ സൈന് പുറത്തേക്ക് എടുക്കുമ്പം G(m)m ഇൻ്റഗ്രൽ ലിമിറ്റ് r to infinity 1/r²dr. 1/r²dr. അതിനെങ്ങനെ എഴുതാൻ പറ്റും? r⁻⁻² ആയിട്ട് എഴുതാം അല്ലേ? അപ്പോൾ അതൊന്ന് ചെയ്ത് നമുക്ക് നോക്കാം. G(m)m എന്ത് വന്നു? r² എന്ന് പറഞ്ഞാൽ എന്താ? r⁻⁻²dr. ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒഴിച്ച് തന്നെ ചെയ്ത് നോക്കാം നമുക്ക്. ഇതൊന്ന് മായ്ച്ചോളാം. ഇൻ്റഗ്രൽ r⁻⁻²dr എന്ന് പറഞ്ഞാൽ എന്ത് പറയും? r⁻²+1 divided by -2+1. -2+1 is -1. That means r⁻⁻1 divided by -1. So ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? -1 r⁻⁻1 എന്ന് വെച്ചാൽ എന്താ? 1/r ആണ് അല്ലേ? -1 എന്ന് പറയുമ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ എടുക്കാം. സോ എന്ത് വന്നു? -1/r വിത്തിൻ ദ ലിമിറ്റ് എന്ത് വന്നു? r to infinity. ക്ലിയർ അല്ലേ? ഇൻ്റഗ്രേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ കൊടുത്തു. ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്, റേഡിയസ് ആണ് അതിൻ്റെ ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി എന്താ? ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ? ഈ ചെയ്തത് നമുക്കൊന്ന് മായ്ച്ചോളാം. ഇവിടെ ചെയ്തിരിക്കുന്ന എന്താ? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് കൊടുക്കുന്ന എന്താ? ഹയർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ഹയർ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ആണ് അല്ലേ? സോ നമുക്ക് ചെയ്യുമ്പം -G(m)m മൈനസ് ഓൾറെഡി പുറത്തേക്ക് എടുത്തു. അപ്പർ ലിമിറ്റ് എന്താ? 1/∞ മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1/r. ഓക്കെ, ഹിയർ 1/∞ എന്താ? 0 ആയിട്ട് നമ്മൾ എടുക്കുകയാണ് അല്ലേ? 0 ആണ്. അപ്പോൾ എന്താ? 2 മൈനസ് വന്നു, മൈനസ്.
സോ ദ ടേം എന്ത് വന്നു? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് ടേമാണ് വന്നിരിക്കുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു എം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് GMM/R. GMM/R. ഇഫ് എം ഇസ് ഈക്വൽ സ്മോൾ എം ഇസ് ഈക്വൽ ടു 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു GM/R. GM/R. എന്താണ് ഇക്വേഷൻ? നമുക്ക് കിട്ടിയിരിക്കുന്നത് വർക്കിൻ്റെ ഇക്വേഷനാണ്. ലെറ്റ് മാസം 1 ആയിട്ട് എടുക്കണ്ട, പിന്നീട് അത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ തൽക്കാലം ഇങ്ങനെ കൊടുക്കുന്നു. GMM/R. ഇറ്റ്സ് എ വർക്ക് ഡൺ. ഇതെത്തിയില്ല. ഈ വർക്ക് ഡൺ അവിടെ എന്താ? ഈ വർക്ക് ഡൺ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതാണ് അവിടുത്തെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാലോ. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? 12mv². അപ്പോൾ ഇതൊന്ന് ഓർക്കുക. വർക്ക് ഡൺ കണ്ടുപിടിച്ചല്ലേ? വർക്ക് ഡൺ. This is the work done. And kinetic energy equation എന്താ? Kinetic energy is equal to half mv² ആണ്. ഈ kinetic energy ആണ് എന്തെന്ന് പറയുന്നത്? വർക്ക് ഡൺ ആയിട്ട് മാറുന്നത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? സോ ഇക്വേഷൻ, ഈ വർക്ക് ഡണ്ണിൻ്റെ ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് half mv² which is equal to work done is equal to GMM/R. ക്ലിയർ? ഇവിടെ എന്താ? മാസ്. ഇവിടെ നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുത്താലും പോകും, അല്ലെങ്കിൽ ഇവിടെ പരസ്പരം ക്യാൻസൽ ചെയ്തും എന്നൊരു ടേം മാറി. ആൻഡ് ഹാഫ് വി അവിടെ കൊടുക്കുന്ന എസ്കേപ്പ് വെലോസിറ്റി ആണ്, നമ്മൾ കൊടുക്കുന്ന മിനിമം വെലോസിറ്റി ആണ്. സോ വിയുടെ ടേം എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് കൊടുത്തു. VE². വിയുടെ ഇക്വേഷൻ എഴുതാലോ. ഒന്ന് മാറ്റി എഴുതിയാൽ എന്തോരും? VE² is equal to 2 into GM/R. That means what is VE? VE is equal to root of 2GM/R. Clear അല്ലേ? 2GM/R. ഇല്ലെങ്കിൽ ഇൻ ദ ടേംസ് ഓഫ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്കറിയാം ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്? GM/R² ആണ് അല്ലേ? GM/R². അപ്പം R² ആക്കാനായിട്ട് എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓരോ R വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നീയായിരിക്കും. എന്ത് പറ്റും? GM/R² പകരം ജിയുടെ വാല്യൂ കൊടുക്കാം. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ദ ഇക്വേഷൻ തന്നു റൂട്ട് ഓഫ് 2GR. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്ലിയർ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GR ഇസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെയുള്ള ഇക്വേഷനാണ്. എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഏതെങ്കിലും ഒന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഓർത്തോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എന്ത് വേണം? എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇനി എന്ത് വേണം? ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്താ? സാറ്റലൈറ്റ് അതിൻ്റെ ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നു അല്ലേ? സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിയിൽ നമ്മൾ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുമ്പം അവിടെ കൊടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അവിടുത്തെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുന്നത്. സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണ്ടേ? സെൻട്രിപിറ്റൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് mv² ആണല്ലേ? ഹാഫ് mv² നമ്മുടെ ഇക്വേഷൻ കൂടി mv²/R. സോറി, ഹാഫ് mv² അല്ല, mv²/R. mv²/R is the centripetal force. Centripetal force is equating to the gravitational force. mv²/R is equal to centripetal force എന്തായിരുന്നു? GMM/R². GMM/R². സോ ഇക്വേറ്റ് ചെയ്തു. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. സോ VO. M ക്യാൻസൽ ചെയ്തു, R ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷനായി VO² is equal to GM/R. Therefore, VO is equal to root of GM/R. ഇനി എന്താണ്? സ്മോൾ ലെറ്റർ G, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേമിലേക്ക് മാറ്റി എഴുതാനായിട്ട് എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആറും വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. GM/R² is acceleration due to gravity, small letter G. So the answer എന്ത് വന്നു? root of GR. root of GR. It's very important. Escape velocity, orbital velocity വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്കേപ്പ് വെലോസിറ്റി ചോദിക്കും, ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കും, അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം അത് തമ്മിലുള്ള റിലേഷനും കൂടി നോക്കാം. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്താ? റൂട്ട് ഓഫ് 2GM/R. ഓർബിറ്റൽ വെലോസിറ്റിയോ G/R ആണ് അല്ലേ? റൂട്ട് ഓഫ് G/R.
സോറി പറഞ്ഞത് മാറിപ്പോയല്ല. escape velocity is equal to root of 2gr and orbital velocity VO is equal to root of gr. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? escape velocity എന്ന് പറയുന്നത് √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി ആണ്. പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെറ്റിംഗ് ഉൾട്ടായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ നോക്കാം. escape velocity of the planet is 20 km/s. 20 km/s ആണ് escape velocity തന്നിരിക്കുന്നത്. Find the orbital velocity of the തന്നിരിക്കുന്നതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇക്വേഷൻ എന്തായിരുന്നു? escape velocity is equal to orbital velocity into √2. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓർബിറ്റൽ വെലോസിറ്റി എന്തായിരിക്കും? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു escape velocity ഡിവൈഡ് ബൈ √2. escape velocity ഡിവൈഡ് ബൈ √2. തന്നിരിക്കുന്ന എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു escape velocity 20 km/s ആണ് അല്ലേ? 20 ഡിവൈഡ് ബൈ √2. √2ൻ്റെ വാല്യൂ അറിയാലാം. എന്ത് വരും? 20 ഡിവൈഡ് ബൈ 1.414 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര വരും? 14.14 km/s. 14.14 km/s. ക്ലിയർ ആണോ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. escape velocity, orbital velocity, അതുമായിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്, പ്രോബ്ലം വരാറുണ്ട്, എല്ലാം ചോദിക്കും. ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ പഠിക്കാം. അതിനു മുമ്പ് ഒരു കാര്യമാണ്, നാളെയും ഇതുപോലെ തന്നെ ഒരു ലൈവ് സെഷൻ ഉണ്ട്. ആ ലൈവ് സെഷനിൽ ബാക്കി 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചാപ്റ്റർ പഠിച്ചു. ചാപ്റ്റർ 6ഉം 7ഉം പഠിച്ചു. ഇന്ന് 8ഉം 9ഉം പഠിക്കും. നാളെ 10ഉം 11ഉം അല്ലേ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, സോളിഡ്സ് പഠിക്കാം. സോളിഡ്സ് ആണ്, ഫ്ലൂയിഡ്സ് ആണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഫ്രണ്ട്സ് എക്കണോമിക്സ് പഠിക്കുന്ന അല്ലേ, കൊമേഴ്സ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടും പറയുക, നാളെ 5 മണിക്ക് മിസ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവർക്കും ക്ലാസ് ജോയിൻ ചെയ്യാമല്ലോ. ഫ്രീ അല്ലേ? വരുന്ന എക്സാം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാനും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, കുഞ്ഞു കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നത്. വളരെ വെയിറ്റേജ് താരതമ്യേന കുറവാണ് കേട്ടോ. എന്നാലും പഠിച്ചാൽ അതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ചാപ്റ്റർ 9ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? സ്ട്രെസ് എന്താണ്? നമ്മുടെ പ്രഷറിൻ്റെ സെയിം യൂണിറ്റ് ആണ് അല്ലേ സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് ആണ് പവറിന്. അപ്പോൾ എന്താണ് യൂണിറ്റ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എഴുതി വന്നപ്പോൾ ഒന്ന് തെറ്റി. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ്. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ പിന്നെ പഠിക്കുന്ന ടേമാണ് സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. സ്ട്രെസ്സിൻ്റെ സെയിം യൂണിറ്റ് വരുന്നത് അല്ലെങ്കിൽ സെയിം ഡയമെൻഷൻ വരുന്നത് എന്തിനാണ്? പവറിനാണ്, പ്രഷറിനാണ് കേട്ടോ. മാറിപ്പോയത് പ്രഷർ. കുറച്ച് നേരം ഇങ്ങനെ ക്ലാസ് വന്നപ്പോൾ കൂടി ടയർഡായി തുടങ്ങി മിസ്. ഓക്കെ, നെക്സ്റ്റ്, നെയിം ദ ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലോ ഏതാണ്? ഓർമ്മയുണ്ടോ? ഹൂക്സ് ലോ. എന്താണ് ഹൂക്സ് ലോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലേ? ഹൂക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൂക്സ് ലോ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്, ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് നിന്ന് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. വാട്ട് ഈസ് സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ഒരു യൂണിറ്റ് ഏരിയയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സ്ട്രെസ്. സോ അപ്പോൾ എന്താണ് സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ദ ഒറിജിനൽ ഡയമെൻഷൻ. ഒരു ഒബ്ജക്റ്റിന് എന്തെങ്കിലും ഫോഴ്സ് കൊടുത്ത് ഒരു ഫോഴ്സ് കൊടുത്ത് ഡിഫോമിങ് ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ സൈസിനോ വോളിയത്തിലോ ഷേപ്പിലോ ചേഞ്ച് ഉണ്ടായാൽ ദാറ്റ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഈസ് ദ സ്ട്രെയിൻ. ഒരു വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റിൽ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ്സ് എ ഹൂക്സ് ലോ. ഓക്കെ, that means stress by strain is a constant. Stress is directly proportional to strain. Stress by strain is a constant. ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ എന്താ?
യങ്സ് മോഡുലസ് എന്ന് പറയും. ലീനിയർ വേസ് ഉണ്ടാവുന്നത് യങ്സ് മോഡുലസ്, വോളിയം വേസ് ഉണ്ടാവുന്നത് ബൾക്ക് മോഡുലസ്, ഷേപ്പ് വേസ് ഉണ്ടാവുന്നത് റിജിഡിറ്റി മോഡുലസ്. അതെല്ലാം ഓർത്തിരിക്കേണ്ട ടേമാണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ആണെങ്കിൽ ദാറ്റ് കോൺസ്റ്റന്റ് നമ്മൾ യങ്സ് മോഡുലസ് y എന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം തുടരെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്നാ, സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. സോ എങ്ങനെ വന്നാൽ എന്താ? ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയം. അപ്പോൾ എന്ത് പറ്റും? യൂണിറ്റ് ക്യാൻസൽ ചെയ്ത് പോവും, ഡയമെൻഷനും ഇല്ല. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. സ്ട്രെയിൻ ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, the statement is true. Next question. The property by virtue of which the body regains its original shape on removing the deforming force is called. ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്താൽ അത് അതിൻ്റെ തിരിച്ച് അതേ സ്വഭാവം അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ അതിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അതിനെ എന്താ പറയുന്നത്? ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ഇലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിക് ബിഹേവിയർ അല്ലേ? ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്, റബ്ബർ ബാൻഡിന് നമ്മൾ പിടിച്ച് വലിച്ചു, ഡീഫോമിങ് ഫോഴ്സ് കൊടുത്ത് അത് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അത് ആ ഡീഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ അതേ കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ? അതിനെ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, ഇലാസ്റ്റിക് ബിഹേവിയർ. പക്ഷെ അതേസമയം അതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ ആ പഴയ ഇതിലേക്ക് എത്തിയില്ല, പുതിയ രൂപം എന്താണോ അതിലേക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ അതിനെ പ്ലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയും. ഇലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിക് ബിഹേവിയർ. നെക്സ്റ്റ്, the value of Young's modulus for the perfectly elastic body. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആണെങ്കിൽ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ്സ് ഇൻഫിനിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. ദ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ഈസ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്തായിരിക്കും? വാല്യൂ ഓഫ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് 0. ഓർത്തിരിക്കുക കേട്ടോ, വൺ വേർഡിൽ വരുന്ന ചോദ്യമാണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആണെങ്കിൽ യങ്സ് മോഡുലസ് ഇൻഫിനിറ്റിയും, പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി ആണെങ്കിൽ യങ്സ് മോഡുലസ് 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോപ്പ് ഓഫ് എ crane is made of a number of thin wires brain together. Why? നമ്മൾ ഇത് കണ്ടിട്ടുണ്ടല്ലേ, നല്ലോണം യൂസ് ചെയ്യുന്ന ക്രെയിനിൽ യൂസ് ചെയ്യുന്ന റോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കമ്പികൾ വീണ്ടും വീണ്ടും ചുറ്റിയെടുത്ത് അതിൻ്റെ തിക്നെസ് ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സ്ട്രെസ്, നമുക്കറിയാവുന്ന ഫാക്ടർ. വാട്ട് ഈസ് സ്ട്രെസ്? ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ട്രെസ് കുറയും. ദാറ്റ് റിലേഷൻ അറിയാം അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയ കൂട്ടിയെടുക്കാനായിട്ടാണ് ഇങ്ങനെ മാക്സിമം തിക്നെസ്സിൽ അത് ചുറ്റിയെടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. വെൻ വി ബ്രെയിൻ ദ thin wires together, the area of cross section increases. ഏരിയ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു സെക്കൻഡ്. ഏരിയ കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ട്രെസ് കുറയും. സോ എന്താണ്? സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞേ ഉള്ളൂ എന്താ ഇലാസ്റ്റിസിറ്റി, എന്താ പ്ലാസ്റ്റിസിറ്റി. ഡിഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഇനീഷ്യൽ ഷേപ്പ് അല്ലെങ്കിൽ വോളിയം ആ കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ബിഹേവിയർ. അതേസമയം ഡിഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ തിരിച്ച് അതേ പൊസിഷനിലേക്ക് എത്തുന്നില്ല, പുതിയത് എന്താണോ അറ്റൈൻ ചെയ്ത് അത് തന്നെ റിമൈൻ ചെയ്താൽ അതിനെയാണ് പ്ലാസ്റ്റിക് ബിഹേവിയർ, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് the property of a body by virtue of which it's attained to regain its original size, shape when the applied deforming force is removed is known as applied deforming force remove ചെയ്താൽ തിരിച്ച് അറ്റൈൻ ചെയ്താൽ അതിനെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയും.
അപ്പോൾ എന്തായിരിക്കും പ്ലാസ്റ്റിസിറ്റി? ഇപ്പോൾ പറഞ്ഞതല്ലേ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാട്ടോ. ബൈ ഹാർട്ട് ചെയ്യേണ്ട, മനസ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ. ദ ഇൻഎബിലിറ്റി ഓഫ് എ ബോഡി ടു റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ്, ഷേപ്പ് ആൻഡ് ദ വോളിയം ബൈ വെൻ അപ്ലൈയിങ് ഡിഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ് ഈസ് നോൺ ആസ് പ്ലാസ്റ്റിസിറ്റി. തിരിച്ചെത്താൻ പറ്റില്ല, പുതിയൊരു കണ്ടീഷൻ വന്നു, ആ കണ്ടീഷൻ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂക്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. നമ്മൾ പഠിച്ചില്ലേ ഹൂക്സ് ലോ, സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. അതിനൊരു പർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്, എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിസിറ്റി. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഡിഫോമിംഗ് ഫോഴ്സ് എന്തായിരിക്കും? ഒരു ലിമിറ്റഡും ആയിരിക്കണം. ആ കണ്ടീഷനിൽ മാത്രമാണ് ഹൂക്സ് ലോ ഒബേ ചെയ്യുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ നെസസറി കണ്ടീഷൻ ഫോർ ദ എബോ ലോ? ഇപ്പോൾ പറഞ്ഞാലേ ഉള്ളൂ. വാട്ട് ആർ ദ കണ്ടീഷൻ? ദ ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ എ സ്മോൾ ഡിഫോമിംഗ് ഫോഴ്സ്. അല്ലെങ്കിൽ കൊടുക്കുന്ന ചെറിയൊരു ഡിഫോമിംഗ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ മാത്രം ഹൂക്സ് ലോ ഒബേ ചെയ്യുള്ളൂ ഫോർ ദ ഡിഫോമേഷൻ. ആൻഡ് ഇറ്റ്സ് ഒബേ ഓൺലി വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റിലാണ് ഈ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ തിരിച്ച് അതേ കണ്ടീഷനിലേക്ക് എത്തുന്ന രീതിയിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആകുള്ളൂ. ക്ലിയർ അല്ലേ? Question B. Explain with the help of a graph the relation between stress and strain for a given solid material under increasing tensile stress. നമുക്കൊരു ഗ്രാഫിൻ്റെ ഹെൽപ്പോടുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഗ്രാഫ്? ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഗ്രാഫാട്ടോ. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഗ്രാഫാണ്. നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്യുക. എക്സ് ആക്സിസിൽ സ്ട്രെയിൻ, വൈ ആക്സിസിൽ സ്ട്രെസ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നതനുസരിച്ച് ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്നാണ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്. സ്ട്രെസ് കൂടുന്നതനുസരിച്ച് വളരെ ഗ്രാജുവലി പെട്ടെന്ന് എന്താ സ്ട്രെയിൻ ഉണ്ട്, ചേഞ്ച് പെട്ടെന്നുണ്ട്. അപ്പം കണ്ടോ, ഇവിടം വരെയാണ് ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. സ്ട്രെസ് സ്ട്രെയിൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ അതിനെ പറയുന്നതാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. എ കഴിഞ്ഞാൽ ആ പ്രൊപ്പോർഷണാലിറ്റിയിൽ വേരിയേഷൻ വരുന്നു. ചെറിയൊരു സ്ട്രെസ്സിന് പോലും വലിയ രീതിയിൽ സ്ട്രെയിൻ, ചെറിയൊരു സ്ട്രെസ്സിന് പോലും വലിയൊരു ചേഞ്ച് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? വലിയൊരു ചേഞ്ച് മീൻസ് ചെറിയൊരു ഇത് കൊടുത്താൽ ഒരു ചെറിയൊരു ഇത് വ്യത്യാസത്തിൽ ആ ഒരു റേഷ്യോയിൽ വേരിയേഷൻ വരുന്നുണ്ട്. ആൻഡ് അതിനെ പറയുന്ന ഈൽഡ് പോയിന്റ്, മാക്സിമം വരുന്ന ഈൽഡ് പോയിന്റ്. ദെൻ സി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്? പിന്നെ നമുക്ക് തിരിച്ച് സിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റത്തില്ല. പിന്നെ ഏറ്റവും മാക്സിമം സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്ന പോയിന്റാണ് എന്താണ് പറയുന്നത്? ഈൽഡ് പോയിന്റ്. ഏറ്റവും മാക്സിമം സ്ട്രെസ് അറ്റൈൻ ചെയ്യുന്ന പോയിന്റാണ് ഈൽഡ് പോയിന്റ്. പിന്നെ ഈൽഡ് പോയിന്റ് കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒന്നും എന്താണ് താഴേക്കാണ് പോകുന്നത്. ഓക്കെ, എവിടം വരെ പോവും? ഫ്രാക്ചർ പോയിന്റ് വരെ. ഫ്രാക്ചർ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? എപ്പോഴാണോ വലിച്ച് നമ്മുടെ ആ ഒരു മെറ്റൽ, അല്ലെങ്കിൽ ആ മെറ്റൽ ഒരു വയർ ആണെങ്കിൽ വയർ, അല്ലെങ്കിൽ ത്രെഡ് ആണെങ്കിൽ ത്രെഡ്, അത് പൊട്ടുന്നത്, അല്ലെങ്കിൽ ആ മെറ്റലിൻ്റെ ആ ഷേപ്പ് തന്നെ പൊട്ടിപ്പോവുക, കമ്പി പൊട്ടിപ്പോകുന്ന കണ്ടീഷനില്ലേ, അതുപോലെയാണ്. നമ്മൾ കൊടുക്കുന്നു, സ്ട്രെസ് കൊടുക്കുന്നു, അതിന് ചേഞ്ചിങ് ഡയമെൻഷൻ വരുന്നു, സ്ട്രെയിൻ വേരിയേഷൻ വരുന്നു. വീണ്ടും സ്ട്രെസ് കൊടുത്തൊരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്താ? അത് പൊട്ടിപ്പോവുക അല്ലേ. ദാറ്റ് ഈസ് ഫ്രാക്ചർ പോയിന്റ്. ഈൽഡ് പോയിന്റും ഫ്രാക്ചർ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഏതാണ്? ഡക്റ്റിലിറ്റി കൂടും അല്ലേ. ഈ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഡക്റ്റിലിറ്റി കുറവാണെന്ന് അർത്ഥം. അതേസമയം ഇത് കുറച്ച് കൂടുതൽ ദൂരം ഉണ്ട് എന്നാണെങ്കിൽ എന്താ? ഡക്റ്റിലിറ്റി കൂടുതലാണ്. ഡക്റ്റിലിറ്റി മീൻസ് വലിച്ചു നീട്ടാനുള്ള ഒരു മെറ്റലിൻ്റെ കഴിവ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെ രണ്ട് കണ്ടീഷൻ ചോദിച്ചു, ഇതിലേതാണ് മോർ ഡക്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് മാക്സിമം ഈൽഡ് പോയിന്റിൽ നിന്ന് ഫ്രാക്ചർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഡക്റ്റൈൽ മെറ്റീരിയലാണെന്ന് പറയാം. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക, ടേംസ് എല്ലാം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വന്നിട്ടുണ്ട്, എ ബി സി എന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം എന്താണ്? വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്, എ ബി ഓ സി? ജസ്റ്റിഫൈ ആൻസർ ഏതായിരിക്കും? എ ആയിരിക്കും കേട്ടോ. എ ആണ് ഏറ്റവും ഇലാസ്റ്റിക് ആയിട്ട്. നമ്മുടെ സ്ലോപ്പ് നോക്കി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അവിടെ ഇങ്ങനെ വരണം, സ്ട്രെസ്സിൽ അല്ലേ, ഇങ്ങോട്ടായിരിക്കണം കൂടുതൽ സ്ലോപ്പ് വരേണ്ടത്. ദാറ്റ് മീൻസ് എ എന്താണ് ഇവിടെ? സ്മോൾ സ്ട്രെയിൻ ഫോർ എ ലാർജ് സ്ട്രെസ്. ഒരു വലിയ സ്ട്രെസ്സിന് ചെറിയ സ്ട്രെയിനേ വരുന്നുള്ളൂ. ദാറ്റ്സ് ദ ആൻസർ. എക്കാണ് ഏറ്റവും കൂടുതൽ ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. നെക്സ്റ്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ഓഫ് റോക്കീസ്. നമുക്കൊരു സ്ട്രെസ് തന്നിട്ടുണ്ട്. റോക്കിൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് 3 × 10⁸ Newton/m² ആണ്. ഫൈൻഡ് ദ മാക്സിമം ഹൈറ്റ് പോസിബിൾ ഫോർ ദ മൗണ്ടെയിൻ.
മൗണ്ടെയിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കുക. ഗിവൺ ഡെൻസിറ്റി ഓഫ് ദ റോക്ക് ഈസ് 3 × 10⁸ kg/m³. എന്താ ചോദിച്ചിരിക്കുന്നത്? നമുക്കൊരു റോക്കിൻ്റെ മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? അതിൻ്റെ മാക്സിമം സ്ട്രെസ്, അതിനകത്തുള്ള റോക്കിൻ്റെ മാക്സിമം സ്ട്രെസ് തന്നിട്ടുണ്ട്. സ്ട്രെസ് ഈസ് ആക്ച്വലി പ്രഷറാണ് അല്ലേ? സ്ട്രെസ്, പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? H⁻G വിച്ച് ഈസ് ഗിവൺ ആസ് 3 × 10⁸. പ്രഷർ അറിയാം. പിന്നെ തന്നിരിക്കുന്നത് ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 3 × 10⁸ kg/m³. അപ്പോൾ തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് ഒക്കെ നോക്കാം. സ്ട്രെസ് തന്നിട്ടുണ്ട്, എച്ച് കണ്ടുപിടിക്കണം, റോ തന്നിട്ടുണ്ട്, ജിയുടെ വാല്യൂ എന്താ? ലെറ്റ് ബി 10 m/s. എല്ലാം ബിക്കോസ് എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ? ഹിയർ എച്ച് എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡ് ബൈ റോ ജി. സ്ട്രെസ് എത്ര തന്നിരിക്കുന്നത്? 3 × 10⁸ ആണ്, ഡിവൈഡ് ബൈ റോ ഡെൻസിറ്റി തന്നിട്ടുണ്ടല്ലോ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 3 × 10⁻³ ആണ്. ജിയുടെ വാല്യൂ 10 ആണ്. സോ എന്ത് ചെയ്ത് 3 ക്യാൻസൽ ചെയ്തു. 10⁻10 ഡിവൈഡ് ബൈ 10⁻3 × 10⁻4. ആൻസർ എന്ത് വന്നു? 10⁻4. ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 10,000 ഹൈറ്റ് അല്ലേ? 10,000 മീറ്റർ. മീറ്ററിനെ നമ്മൾ എന്താ കിലോമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്ത് എഴുതും? ഇറ്റ് ഈസ് ഈക്വൽ ടു 10 കിലോമീറ്റർ. സോ വാട്ട്സ് ദ ഹൈറ്റ്? 10 കിലോമീറ്റർ ഇസ് ദ ഹൈറ്റ്. പരസ്പരം കണക്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നില്ല. നമ്മുടെ ചാപ്റ്റർ ഏകദേശം മൈൻഡ് അപ്പ് ചെയ്തു. കുറേ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും വരെ അല്ലേ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നാളെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്. അതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നാളെ വൈകിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. 6 to 8 o'clock വരെയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 2 ചാപ്റ്റേഴ്സ് ഒന്നിച്ച് വേഗം പഠിക്കാം കേട്ടോ. അപ്പോൾ നാളെ 6 മണിക്ക് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.